വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും. സമ്പത്തും പരീക്ഷണമാണ്, മക്കളും പരീക്ഷണമാണ്, ദാരിദ്ര്യവും പരീക്ഷണമാണ്, രോഗങ്ങളും പരീക്ഷണമാണ്. സ്ഥാനങ്ങൾ ലഭിക്കുന്നതും പരീക്ഷണമാണ്, സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതും പരീക്ഷണമാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം വെറും പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിൽ ആരാണ് വിജയിക്കുന്നത്? അവർക്ക് അല്ലാഹു തആല ദുന്യവിയായ നേട്ടങ്ങളും ഉഖ്റവിയായ നേട്ടങ്ങളും നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറുള്ള ആളുകൾ, ക്ഷമിക്കുന്നവർ, അവർക്ക് അല്ലാഹു തആല ഭൗതികമായ നേട്ടങ്ങൾ ദുനിയാവിൽ അല്ലാഹു അവരെ ഏറ്റെടുക്കും. അതേപോലെ തന്നെ ആഖിറത്തിലും അല്ലാഹു അവർക്ക് ഉന്നതമായ വിജയം നൽകുമെന്നാണ്. പരിശുദ്ധ റസൂൽ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത്, ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ പവിത്രവാനാണ്, അവൻ മഹോന്നതനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു തആല ചില ആളുകളെ മരിപ്പിക്കുന്നതും ചില ആളുകളെ ജനിപ്പിക്കുന്നതും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ മരണവുമെല്ലാം ഒരു പരീക്ഷണമാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലവൻ എന്ന് അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിൽ ആരാണ് നല്ലവർ, ഏറ്റവും നല്ലവൻ ആരാണ്? നമ്മുടെ സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ ഉണ്ടാകും, എക്സാമുകൾ ഉണ്ടാകും. SSLCയുടെയും +2-ന്റെയും ഡിഗ്രിയുടെയും PGയുടെയും ഒക്കെ പരീക്ഷകൾ വരാനിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. എന്തിനാ അങ്ങനെ ഒരു പരീക്ഷയുടെ ആവശ്യം എന്താണ്? വീട്ടിൽ നിന്ന് രക്ഷിതാക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് പഠിക്കാനാണ്. ഒരു രക്ഷിതാവും കളിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാറില്ല. എല്ലാവരുടെ ലക്ഷ്യവും മക്കൾ പഠിക്കണം എന്ന ലക്ഷ്യമാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് അവർക്കൊരു പരീക്ഷ നൽകണ്ട എന്നാണോ? പോയവരൊക്കെ പഠിക്കുമെന്നാണോ? അല്ലാഹു തആല ഭൂമിയിലേക്ക് സർവരെയും പറഞ്ഞേക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ പറഞ്ഞേച്ചിട്ടില്ല എന്നാണ്. എന്ന് വെച്ച് പിന്നെ ആരെയും തിരിഞ്ഞു നോക്കൂല എന്നാണോ? ആർക്കൊരു പരീക്ഷണങ്ങൾ നൽകൂല എന്നാണോ? അല്ല, ഇബാദത്ത് ചെയ്യാനാണ് എല്ലാവരെയും പറഞ്ഞയച്ചത്, പഠിക്കാനാണ് എല്ലാവരെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. ഒരു വർഷം കഴിയുമ്പോൾ അവന്റെ പഠന നിലവാരം പരീക്ഷിക്കപ്പെടുകയാണ്. ഇവൻ വന്നത് പഠിക്കാനാണോ അല്ല കളിക്കാനാണോ എന്ന് അധ്യാപകർ ഒരു അന്വേഷണം നടത്തുകയാണ്. അപ്പോഴാണ് 100-ൽ 99 ആളുകളും വിജയിക്കുന്ന SSLCയിൽ പോലും ചില ആളുകൾ തോറ്റുപോകുന്നത്. അപ്പൊ മനസ്സിലായി, ഇവൻ പഠിക്കാൻ വന്നവനല്ല, ഇവൻ കളിക്കാൻ വന്നവനാണ് എന്ന് മനസ്സിലായി. +2 സെമസ്റ്റർ എക്സാമുകളിൽ, ഡിഗ്രി സെമസ്റ്റർ എക്സാമുകളിൽ ആരൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്, ആരൊക്കെ കളിക്കാൻ വരുന്നുണ്ട് എന്ന് ഓരോ സെമസ്റ്ററുകൾ കഴിയുമ്പോഴും അധ്യാപകർക്ക് തിരിച്ചറിയുന്നുണ്ട്. 5-6 സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 3, 4, 5 എണ്ണം തോറ്റുപോകുന്ന ആളുകൾ ഒരാകെ കളിക്കാനാ വരുന്നത് എന്ന് അധ്യാപകർക്കറിയാം. അത് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയണമെങ്കിൽ വർഷങ്ങൾ ഇനിയും എടുക്കേണ്ടി വരും. അതേപോലെ നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. നമ്മളൊക്കെ ദീർഘമായ ഒരു ലോകത്തേക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളൊക്കെ. യാത്ര ചെറുതാണ്, പക്ഷെ ലക്ഷ്യസ്ഥാനം വളരെ വലുതാണ്.
യാത്ര വളരെ ചെറുതാണ്, ഒരു 60 വർഷത്തിന്റെ കാലയളവ്. പക്ഷെ നമ്മുടെ ലക്ഷ്യസ്ഥാനം, അതിന് മരണമില്ല, അതിന് വർഷങ്ങളുടെ കണക്കില്ല. അതുകൊണ്ട് അല്ലാഹു തആല ചില ആളുകളെ മരിപ്പിക്കുന്നു, ചില ആളുകളെ അല്ലാഹു ജനിപ്പിക്കുന്നു. ജനിക്കുന്നത് നമ്മൾക്കൊരു പാഠമാണ്. ഇതേപോലെ ചെറിയൊരു കുഞ്ഞായി ഞാൻ ജനിച്ചവനാണ്. ഇന്നെനിക്ക് 10, 25, 26, 27 വയസ്സായി. ഇനി ഞാൻ ഒരു 20, 30 വയസ്സാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ തറവാട്ടിലേക്ക്. ഈ 27, 28 വർഷങ്ങൾ എന്നിൽ നിന്ന് ചെലവഴിച്ചത്, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നഷ്ടപ്പെട്ടത്. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളും അതുപോലെയാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ഇനി സമയങ്ങളില്ല എന്ന ചിന്ത ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവണം. അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒന്നും അറിയാത്തവരായിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെവി തന്നു, നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു, നിങ്ങൾക്ക് ഞാൻ ഹൃദയം തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ. അതൊക്കെ തന്നത് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും അറിയാതെ, ഒരു വിവരവുമില്ലാതെ, ലോകത്തെക്കുറിച്ച്, മനുഷ്യരെ കുറിച്ച്, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും ഒരു വിവരം പോലും ഇല്ലാതെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. പിന്നെയുള്ള ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്ന് നമ്മളോട് വിട പറയുന്നു. നമ്മളൊരു യുവാവാകുന്നു, നമ്മൾ വിവാഹം കഴിക്കുന്നു, ഒരു ഭർത്താവാകുന്നു, ഒരു പിതാവാകുന്നു, ഒരു ഉപ്പൂപ്പയാകുന്നു, നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. ആ മരണം മുതലാണ് പരീക്ഷണം തുടങ്ങുന്നത്. നമ്മുടെ പരീക്ഷണങ്ങൾ വിലയിരുത്തുന്നത്, റിസൾട്ട് വരുന്നത് എപ്പോഴാണ്? നീ വിജയിയാണോ, നീ തോറ്റുപോയിട്ടുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ മഹോന്നതനാണ്. الذي خلق الموت, മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, വൽ ഹയാത, ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നമ്മളിൽ ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ ആരാണ് നന്മ കൂടുതൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടവരാണ്. وإنما توفون أجوركم يوم القيامة, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ അല്ലാഹു കണക്കാക്കി നോക്കുന്നുണ്ട്. وإنما توفون أجوركم يوم القيامة, ഖിയാമത്ത് നാളിലാണ് അല്ലാഹു നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കുന്നത്. فمن زحزح عن النار, ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത്, ഫഖദ് ഫാസ്, അവര് വിജയിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് അല്ലാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മയും തിന്മയുമെല്ലാം കണക്കാക്കി നരകത്തിലേക്ക് വീഴാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവർ ആരാണ്? അവരാണ് വിജയി. വിജയിക്കുന്നവർ നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവര് നരകത്തിലേക്ക് വീഴുന്നവരുണ്ട്, നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചൂട് വന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. innī la'alamu ākhira ahli an-nāri,
ദുഖൂലൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി നരകത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാം. അയാൾ അല്ലാഹുവിനോട് വളരെ വേദനയോടെ അല്ലാഹുവിനെ സമീപിക്കുമ്പോഴാണ് അല്ലാഹു അയാളുടെ തിന്മകളും പാപങ്ങളും എടുത്തു പറയുന്നത്. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇനി തോറ്റുപോയി, ഇനി എന്നെ വീണ്ടും നരകത്തിലേക്ക് ഇടുമോ എന്നൊരു പേടി. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ പേടിക്കേണ്ടതില്ല, നിന്റെ എല്ലാ വൻദോഷങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. വൻദോഷങ്ങളുടെ പേരിലാണ് അല്ലാഹു ഇതുവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, വൻദോഷത്തിന്റെ പേരിലാണ്. പിന്നെ ഒരുപാട് ചെറുദോഷങ്ങളുണ്ട്. ആ ചെറുദോഷങ്ങളെ അല്ലാഹു തആല നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്, നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ്. നീ എങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കും. അപ്പോ അദ്ദേഹം പറയും, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല എന്ന രീതിയിൽ പറയും. അല്ലാഹു പറയും, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ചിലം ആളുകളുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കാറുണ്ട്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കും. അപ്പോൾ അവർ പറയും, അല്ലാഹുവേ, ഇനിയും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ തെറ്റുകൾ, അതൊന്നും എനിക്കിവിടെ ഓർമ്മ വരുന്നില്ലല്ലോ. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ഭൂമിയുടെ 10 ഇരട്ടിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയുടെ 10 ഇരട്ടി. അയാൾ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ, നബി, അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ സ്ഥലമില്ല, ഇന്നഹ മൽആ, അത് നിറഞ്ഞിരിക്കുകയാണ്, അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ഒന്നും കൂടി പോയി നോക്ക് എന്ന് പറഞ്ഞു. ഒന്നും കൂടി പോയി നോക്കി. അപ്പോഴും നബി, അല്ലാഹുവേ, വജത്തുഹാ മൽആ, അത് നിറഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് ദുനിയാവിന്റെ ഭൂമിയുടെ 10 ഇരട്ടിയാണ്, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ വിജയികളായി സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും അവിടെ? അവസാനം പോകുന്ന ആളുകൾക്ക് 10 ഇരട്ടിയാണെങ്കിൽ ആദ്യം പോകുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അതുകൊണ്ട് ഈ ദുനിയാവ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ്, ഖബർ മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധത്തോടുകൂടെ, മരണത്തോടുകൂടിയാണ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ്. മരണശേഷമാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ചിന്തയോടുകൂടി ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ആ ഒരു ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാരത്രിക ലോകത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ, ഖബറിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. 3 രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങളെ നേരിടുന്നത്. എന്തൊക്കെയാണ് പരീക്ഷണങ്ങളെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു മനുഷ്യന് നൽകുന്നത് എന്ന്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലനബ്ലുവന്നകും, തീർച്ചയായും
നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല പറയുന്നത്. നിങ്ങളെ അടിക്കും എന്ന് പറയുന്നതും തീർച്ചയായും നിന്നെ ഞാൻ അടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കളിക്കണ്ട, ഞാൻ നിന്നെ അടിക്കും. കളിച്ചാൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും. വ്യത്യാസമുണ്ട്. ഹോംവർക്ക് നാളെ ചെയ്തു വരണം എന്ന് കുട്ടികളോട് പറയും. ചെയ്തില്ലെങ്കിൽ ഞാൻ പുറത്താക്കൂട്ടോ, ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്താക്കും. വേറൊരു ടീച്ചർ പറഞ്ഞു, ഇനിയെങ്ങാനും നാളെ വരുമ്പോ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ തീർച്ചയായും ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, ഞാൻ കേറ്റുകയില്ല. രണ്ടു വിഷയങ്ങളും രണ്ട് സ്റ്റൈലാണ്. ആദ്യത്തേതിൽ ഗൗരവം കുറവാണ്, അപ്പൊ കുട്ടികളത് വലിയ മുഖവിലക്കെടുക്കൂല. രണ്ടാമത്തേത് കുറച്ച് ഗൗരവമുണ്ട്, അപ്പൊ കുട്ടികൾ ഈ ടീച്ചർ പുറത്താക്കാൻ സാധ്യതയുണ്ട്, ഒരുങ്ങിയിട്ട് വരാം. അതേ ഒരു പദപ്രയോഗമാണ്. തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ, പരീക്ഷണങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷനും ദുഃഖവും വിഷമങ്ങളും ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഒരു തരം പേടി, ഒരു തരം ഭയമുണ്ടാകും നമ്മൾക്ക്. ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഭയം, തൊപ്പി വെച്ച് നടക്കാൻ പേടിയാണ്, ഹിജാബ് ധരിച്ച് നടക്കാൻ പേടിയാണ്, താടി വെക്കാൻ പേടിയാണ്. ഇന്റർവ്യൂകളിലേക്ക് പോകുമ്പോ താടി വെച്ചാൽ ജോലി കിട്ടുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. മുസ്ലിം നാമധാരിയാണെങ്കിൽ എയർപോർട്ടുകളിൽ പ്രത്യേകമായ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന പേടിയാണ്. ഈ രീതിയിൽ ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻതദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, മഹാന്മാരായ സഹാബാക്കൾ, മഹാന്മാരായ പ്രവാചകന്മാർ, അവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ, അവരനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങൾ നേരിടാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവരും വിറച്ചിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എന്നാണ് നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകുന്നത്, എന്നാണ് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുന്നത്. എത്ര കാലമായി ഈ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട്, ഇനി ഇതിനൊരു വിരാമമുണ്ടോ, ഇതിനൊരു അവസാനമുണ്ടോ? ഈ ഒരു പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു അവസാനമുണ്ടോ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ഇവരനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഒരു തരം പേടിയുണ്ടാകുമെന്നാണ്. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഇസ്ലാം തുടങ്ങിയത് തന്നെ വിചിത്രമായിട്ടാണ്, ഇസ്ലാം അവസാനിക്കുന്നതും വളരെ വിചിത്രമായിട്ടാണ്.
ഇസ്ലാം തുടങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് പരസ്യമായി നിസ്കരിക്കാൻ പേടിയായിരുന്നു, പരസ്യമായൊരു മുസ്ലിം എന്ന് പറയാൻ പേടിയായിരുന്നു. പലരും അവരവരുടെ ഇസ്ലാമിനെ പലരും മറച്ചു വെച്ചിരുന്നു. ഇസ്ലാം എന്ന് പരസ്യമാക്കിയാൽ അതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമായതിന്റെ പേരിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നഗ്നനായി വലിച്ചു കൊണ്ടുപോയത്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്ര ലൈംഗിക അവയവങ്ങളിലേക്ക് ഇരുമ്പുകൾ കുത്തിക്കയറ്റിയത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ നിരന്തരമായി അടിച്ചത്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം മുസ്ലിമായതിന്റെ പേരിലാണ്. എന്നാൽ അതുപോലെ പള്ളിയിൽ ഇറങ്ങിക്കിടക്കുന്ന ഉസ്താദുമാരുടെ തലവെട്ടാൻ, അതുപോലെ മദ്രസയുടെ മുഅല്ലിമീങ്ങളെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കാനും ആക്രമിക്കാനും ആളുകൾ ഇവിടെ ശ്രമിക്കും, പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വലിയ തീക്ഷ്ണമായ തീച്ചൂളകളിലൂടെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്ന്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു തരം പേടി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. കച്ചവടം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, കച്ചവടം ഇനി ഉണ്ടാവൂലേ എന്നുള്ള പേടി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള പേടി, ജോലി കിട്ടുമോ എന്നുള്ള പേടി, വീട്ടിൽ നിന്നിറങ്ങിയ മക്കൾ തിരിച്ചു വരുമോ എന്നുള്ള പേടി. ഇങ്ങനെ പേടി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. പിന്നെയോ പട്ടിണി കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു നേരത്തെ വയറ് നിറക്കാൻ പോലും ഗതിയില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. വിശപ്പകറ്റാൻ സാമ്പത്തികമായി ഒരാശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ നാടുകളിലൊന്നും പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന്. ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് വിചാരിക്കേണ്ട. സോമാലിയയിൽ നിന്ന് പട്ടിണി പാവങ്ങളായ ആളുകൾ മൂത്രമൊഴിക്കുന്ന പശുവിന്റെ ലൈംഗിക അവയവങ്ങളിൽ തന്റെ വായ വെച്ചുകൊണ്ട് ദാഹമകറ്റുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദാഹമകറ്റുന്നത് മൂത്രമൊഴിക്കുന്ന പശുവിന്റെ മൂത്രം കുടിച്ചിട്ടാണ്. വിശപ്പകറ്റുന്നത് കാട്ടിക്കുന്ന പശുവിന്റെ ചാണകം തിന്നിട്ടാണ് വിശപ്പകറ്റുന്നത്. ഈ ഒരു രീതിയിൽ എത്രയോ പട്ടിണി പാവങ്ങളായ രാജ്യങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ വിദൂരത്താണ് എന്ന്. എന്നാൽ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലൊക്കെ എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ട ഗതികേട് പോലുമുണ്ട്. അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വനഖ്സിം മിനൽ അംവാൽ. അല്ലാഹു തആല സാമ്പത്തികമായ മാന്യം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. എവിടെ കച്ചവടം തുടങ്ങിയാലും നഷ്ടത്തിലാണ്. ജോലിക്ക് പോയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെ വിജയമില്ല. പിരിച്ചുവിടുകയാണ്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എവിടെ പോയാലും ജോലിയില്ല, എവിടെ പോയാലും ബിസിനസ്സിൽ വരുമാനമില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടങ്ങളാണ്. വനഖ്സിം മിനൽ അംവാൽ. ഗൾഫ് രാജ്യങ്ങളുടെ മാന്യം വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് നമ്മെ. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ മാന്യമുള്ളത്. നമ്മുടെ ടൗണുകളിൽ, നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ, നമ്മുടെ ചെറിയ കടകളിൽ വരെ ഇന്ന് സാമ്പത്തികമായ മാന്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നിരുന്നാൽ 1000 രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വനഖ്സിം മിനൽ അംവാൽ. അല്ലാഹു നമ്മൾക്ക് നൽകുന്ന പരീക്ഷണമാണത്. സാമ്പത്തികമായ എക്കണോമിക്കൽ ക്രൈസിസ് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്. സ്വന്തം ശരീരത്തിലും അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്.
ശരീരത്തിലുള്ള പരീക്ഷണമാണ് മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്. മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്, ഷുഗർ അല്ലാഹു നൽകുന്നത്, ക്യാൻസർ നൽകുന്നത്, പ്രഷർ നൽകുന്നത്, കൊളസ്ട്രോൾ നൽകുന്നത്, യൂറിക് ആസിഡ് നൽകുന്നത്, കിഡ്നി ഫെയിലാകുന്നത്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കൈകാലുകൾ പാരലൈസ് ആയി തളർന്നു പോകുന്നത്, ഇങ്ങനെ നടുവേദന, മുട്ടുവേദന, തലവേദന, നിരന്തരമായ ഓരോ അസുഖങ്ങൾ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അല്ലാഹു വളരെ നേരത്തെ പറഞ്ഞതാണ്. ജനിച്ചത് മുതൽ മരണം വരെ ഒരു രോഗവുമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല. ജനിച്ചത് മുതൽ മരണം വരെ ടെൻഷൻ ഇല്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല. കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. അതാണ് നമ്മൾ കണ്ടത്. റബ്ബറിന്റെ വില കൂടിയ സമയങ്ങളിൽ എത്രയോ ആളുകളാണ് തോട്ടങ്ങൾ വിറ്റത്. അടക്കയുടെ കവുങ്ങുകളുള്ള തോട്ടങ്ങളെല്ലാം വിറ്റ് റബ്ബർ വെക്കാൻ ആളുകൾ തയ്യാറായത്. എന്നാൽ റബ്ബർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അത് പാലുൽപാദിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും റബ്ബറിന്റെ വില വല്ലാതെ കുറഞ്ഞു വരികയാണ്. അതിന്റെ വരുമാനം കുറഞ്ഞു. എന്നിട്ട് ജോലിക്കാർക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റബ്ബർ വ്യവസായം തകരുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോഴേക്കും അടക്കയുടെ വില കൂടി. ഇങ്ങനെ ഓരോ രീതിയിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കുരുമുളകിന് 600ഉം 700ഉം വിലയുള്ള സമയങ്ങളിൽ എത്രയോ ആളുകൾ കുരുമുളക് ബിസിനസ്സിലേക്ക് കാലിട്ടിറങ്ങി. എന്നാൽ ടൺ കണക്കിന് കുരുമുളകൾ അവർ ശേഖരിച്ചപ്പോഴേക്കും അതിന്റെ വില 300ലേക്ക്, 250ലേക്ക്, 300ലേക്ക് മാറുകയാണ് ചെയ്തത്. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. 600ന് വാങ്ങിച്ചവർ അവസാനം 300ന് വിൽക്കേണ്ടി വരിക. എത്ര നഷ്ടമാണ് ഇത്തരം ആളുകൾക്കുണ്ടാകുന്നത്. ഇതെല്ലാം അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. അല്ലാഹു ഇതുപോലെ പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. ഈ പരീക്ഷണങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത്, അതും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു വ്യക്തിക്കൊന്നല്ല, എല്ലാവർക്കും ഉണ്ടാകും പരീക്ഷണം. പരീക്ഷണങ്ങളില്ലാത്ത ഒരാൾ ലോകത്തുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ സുഖിക്കുന്നതും ചിരിക്കുന്നതും വലിയ വലിയ വീട് കെട്ടുന്നതും വണ്ടി വാങ്ങുന്നതും അതൊക്കെ നിങ്ങൾ കാണും. പക്ഷെ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനെ തത്തുല്യമായി നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ളവരും പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ 3 രീതിയിലാണ് ആ പരീക്ഷണങ്ങളെ നേരിടുന്നത്. 3 രീതിയിലാണ്. ചില ആളുകൾ അൽ-അവ്വലു മഹ്റൂമുൻ മിനൽ ഖൈർ, അവർ അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്നവരാണ്. അഥവാ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തികമായ മാന്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ബിസിനസ്സിൽ തകർന്നു പോകുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് 3 രീതിയിലാണ് ആളുകൾ അതിനെ നേരിടുന്നത്. ഒന്ന് മഹ്റൂമുൻ മിനൽ ഖൈർ, അവർക്ക് അല്ലാഹു തആല പരീക്ഷണത്തോടുകൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. യുഖാബിലുൽ ബലാ, അവർ ഈ പരീക്ഷണത്തെ നേരിടുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. വസൂഇൽ ളന്നി ബില്ലാഹ് വത്തിഹാമിൽ ഖദരി, അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരാതി പറയുക, അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയുക, കണ്ടവരോടൊക്കെ ആവലാദികൾ പറയുക, വേവലാദികൾ പറയുക. പരാതികൾ പറയുന്നത് ഈ രീതിയിൽ ഒരു രോഗം വന്നാൽ അത് ക്ഷമിക്കുന്നതിന് പകരം എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇങ്ങനെ അസുഖം തന്നത്, എന്തേ എന്നെ മാത്രം അല്ലാഹു പരീക്ഷിക്കുന്നത്, സാമ്പത്തികമായ മാന്യമുണ്ടായാൽ എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇത്രത്തോളം പ്രയാസങ്ങൾ തരുന്നത്, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, ഞാൻ കൃത്യമായി പള്ളിയിൽ പോവാറുണ്ട്, ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പുറത്തുള്ളവരൊക്കെ
കാണുന്നില്ലേ? പള്ളിയിൽ അവർ പോവാറില്ല. ഇന്ന് വരെ ഒരു ഹദ്ദാദിന്റെ സദസ്സിൽ അവർ ഇരുന്നിട്ടില്ല. ഇന്ന് വരെ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണല്ലോ. എന്തേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെയാക്കുന്നത്? എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളോട് തന്റെ അസുഖങ്ങളുടെ കഥകളെല്ലാം എടുത്തു പറയുക. എങ്ങനെയാണ്? സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തു സുഖം? തലവേദന, മുട്ടുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, ഒന്ന് നീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഇനി രാവിലെ ഉറങ്ങിയാൽ രാവിലെയും ഉറക്കം വരുന്നില്ല, ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ തീരെ വേണ്ട. ഈ രീതിയിലെല്ലാം ആളുകളോട് സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെ കഥകളെല്ലാം തുറന്നു പറയുന്ന ആളുകൾ, അഥവാ അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണം എന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കേണ്ടതിന് പകരം കണ്ടവരോടൊക്കെ വേവലാതിയും പരാതിയും പറയുന്ന വിഭാഗം ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും ശിക്ഷ നൽകുമെന്നാണ്, ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അതിനിടയായ സയ്യിദവർകൾ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ ഹാരിസ് ദാരിമി, അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ 3 രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുക? ഈ പരീക്ഷണങ്ങൾ നേരിടുക. ഒരു വിഭാഗം എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ കാണുന്നവരോടൊക്കെ പറയും, ചങ്ങാതിമാരോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, ഇനി മക്കൾ ഗൾഫിൽ നിന്ന് വിളിച്ച അവരോട്, അതായത് അയൽവാസികൾ വീട്ടിലേക്ക് വന്ന അവരോട്, ഇനി ഒരു പരിചയമില്ലാത്ത ആളെ കണ്ട അവരോട് ഇങ്ങനെ പറയും. തൊണ്ടവേദനയെക്കുറിച്ചും തലവേദനയെക്കുറിച്ചും പല്ലുവേദനയെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും, അവിടെ കടയാണ്, മകൻ എവിടെ പോയി, എവിടെ ശരിയായില്ല, ഇവിടെ പോയി, ഇവിടെ ശരിയായില്ല, അടക്കാണെങ്കിൽ ഇല്ലേ ഇല്ല, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇങ്ങനെ പറയും. ഇത് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമാണെന്ന്. ഇവർക്ക് ദുനിയാവിൽ പരീക്ഷണം ഉണ്ടാകും എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമായിരിക്കുന്നതാണ്. ഈ ഒരു പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പൊ ഈ വിഭാഗത്തിൽ നമ്മൾ പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. നമ്മളൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വയം നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മൾ ഇതിൽ പെടുന്നുണ്ടോ? നമ്മൾ നമ്മുടെ വിഷമം മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മളൊന്ന് വിലയിരുത്താൻ. ഒന്നാമത്തെ വിഭാഗം അവരാണ് മഹ്റൂമുൻ മിനൽ ഖൈർ. അവർക്ക് അല്ലാഹു തആല ഇനി ഖൈർ നൽകൂല എന്നാണ്. എല്ലാവിധ ഖൈറിൽ നിന്നും അല്ലാഹു അവരെ തടയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ആരും പെട്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത്. അസുഖങ്ങൾ ഉണ്ടാകും, ഉറപ്പ് തന്നെയാണ്, അത് സ്വാഭാവികമാണ്. ജനിച്ചാൽ പിന്നെ അസുഖങ്ങളും പ്രയാസങ്ങളും നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിങ്ങളുടെ മുമ്പിൽ കണ്ടെത്താമെന്നും അല്ലാഹു പറയുന്നുണ്ട്. ലോകത്തുള്ള സർവരായ ആളുകൾ നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു സഹായവും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചു. നാട്ടുകാര് വിചാരിച്ചു നിങ്ങൾക്കൊരു വീടെടുത്തു തരാൻ. വലിയ പ്രയാസത്തിലാണല്ലോ, വലിയ കടത്തിലാണല്ലോ അയാൾക്കൊരു വീടെടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നാട്ടുകാര് നിങ്ങൾക്ക് വീടെടുത്ത് തരൂല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടി പിരിവുണ്ടാക്കി വീടെടുത്തു. വീടിന്റെ പണിയെല്ലാം പൂർത്തിയായി. നാളെയാണ് താക്കോൽ ദാനം. അപ്പോഴേക്കും കമ്മിറ്റിയിൽ ചെറിയ പ്രശ്നമായി. എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്? നാട്ടിൽ ഇതിനേക്കാളും അർഹതപ്പെട്ട വേറെ ആളുകളില്ലേ, അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ നാളെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് താക്കോൽ ലഭിക്കേണ്ടത്. അതിന്റെ സെക്കൻഡുകൾ മുമ്പ് അല്ലാഹു ആ താക്കോൽ നിങ്ങളിൽ നിന്നും മാറ്റി മറ്റൊരാളിലേക്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. ജനങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അങ്ങനെയില്ല. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയേ ഇല്ല.
അതേപോലെ തന്നെയാണ് ജനങ്ങളെല്ലാം നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് കൊട്ടേഷൻ ഇട്ടു. നിങ്ങൾ വരുന്ന വഴിയിൽ കൃത്യമായി സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് റോഡിന്റെ സൈഡിൽ നിന്നാൽ അയാളെ കാണാം, അയാളെ വെട്ടിക്കോളൂ എന്ന് കൊട്ടേഷൻ നൽകി. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ കൈകളിലൂടെ കൊല്ലപ്പെടണമെന്നല്ല. അയാൾ പതിവ് പോലെ രാവിലെ കൃത്യസമയമാകുമ്പോഴേക്കും പറഞ്ഞ സമയത്ത് കൊട്ടേഷൻ സംഘങ്ങളെത്തി. അന്ന് കട്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളും സുബഹി നിസ്കരിക്കാൻ എണീറ്റതേയില്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണത്. നിങ്ങളെ തൊടാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സന്തോഷമുണ്ടായാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ദുഃഖമുണ്ടായാൽ അതും എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് നൽകുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ, എന്റെ റബ്ബേ എനിക്ക് മാത്രം നീ നിഅമത്ത് തന്നത് എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എന്റെ എനിക്ക് മാത്രം വലിയ വീടെടുക്കാനുള്ള തൗഫീഖ് നൽകി, എന്റെ എനിക്ക് മാത്രം വലിയ വണ്ടി എടുക്കാനുള്ള തൗഫീഖ് നൽകി. ഒന്ന് നായമാറ മൂലയിലേക്ക് പോയാൽ കാണാം, വൈകുന്നേരങ്ങളിൽ റേഞ്ച് റോവറിന്റെ കൂട്ടമായ വലിയ വലിയ ലക്ഷൂറിയസ് വാഹനങ്ങളാണ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ നായന്മാർ മൂല ടൗണിൽ പോയാൽ കാണാം. അവർക്ക് ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് മാത്രം അല്ലാഹു ഇങ്ങനെ തൗഫീഖ് നൽകി, ഒരു വണ്ടി പോലും വാങ്ങാൻ കഴിയാത്തവർ, ഒരു ബൈക്ക് പോലും വാങ്ങാൻ കഴിയാത്തവർ, ഒരു കാറ് പോലും വാങ്ങാൻ കഴിയാത്തവർ, ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ എന്തേ എനിക്ക് അല്ലാഹു കോടിക്കണക്കിന് രൂപയുടെ വാഹനം വാങ്ങാൻ അല്ലാഹു എനിക്ക് എന്തേ തൗഫീഖ് നൽകി? ആരാണ് ഇവിടെ ചിന്തിക്കുന്നത്? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എനിക്ക് മാത്രം എന്തിനു നിഅമത്ത് തന്നു? വലിയ വീടെടുക്കാറുണ്ട് നമ്മൾ. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ, 5,000 6,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ആരെങ്കിലും അത് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ചോദിക്കാറുണ്ടോ, അല്ലാഹുവേ എനിക്ക് മാത്രം നീ എന്തേ ഇങ്ങനൊരു ചാൻസ് തന്നു എന്ന്? എന്റെ അയൽവാസികളുടെ വീട് എത്ര ചെറുതാണ്. എന്റെ കുടുംബത്തിൽ തന്നെ ചില ആളുകൾ കോട്ടേഴ്സ് താമസ വാടക വീട്ടിലാണുള്ളത്. അതേപോലെ തന്നെ ചില ആളുകൾ പീഡികത്തിന്മേലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുമ്പോൾ എനിക്ക് മാത്രം എന്തേ നീ സുഖം നൽകി എന്നാരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. നമ്മൾക്ക് പിന്നെ പ്രയാസമുണ്ടാകുമ്പോ മാത്രം ചോദിക്കാൻ ആരാ സമ്മതം തന്നു? ഒരു രോഗം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം രോഗം തന്നു? ഒരു കടം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം കടം വന്നു? വീട് നഷ്ടപ്പെട്ടു, പ്രളയം വന്നു, എന്തെങ്കിലും ദുരിതങ്ങൾ വന്നു, വീട് തകർന്നു പോയി, വലിയൊരു ഇടി വന്നിട്ട് വീട് തകർന്നു പോയി, ആകെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അത് 2 വർഷം 1 വർഷം താമസിച്ച് കൊതി തീരുന്നതിന് വലിയൊരു ഇടി വീണു, വീട് പോയി. അല്ലെങ്കിൽ ഒരു മിന്നൽ വന്നു, വീട് കത്തി, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, വീട് കത്തിപ്പോയി. അപ്പൊ നമ്മൾ ചോദിക്കൂല, അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പരീക്ഷണം, എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ അസുഖങ്ങൾ? എന്നിട്ടോ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. മക്കളാണെങ്കിൽ SSLC ആകുമ്പോഴേക്കും തോറ്റിട്ട് തിരിച്ചു വരികയാണ്. ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ചോദിക്കരുത്, എന്റെ റബ്ബേ എന്നെ മാത്രം നീ ഇങ്ങനെയാക്കിയത്, എനിക്ക് മാത്രം നീ എന്റെ പരീക്ഷണങ്ങൾ നൽകി എന്ന് ചോദിക്കാൻ പാടില്ല. അമേരിക്കയുടെ പ്രശസ്തനായ ഒരു കളിക്കാരനുണ്ട്, കറുത്ത വർഗക്കാരനാണ് അയാൾ. ആർതർ ആഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എത്രയോ അവാർഡുകൾ വാങ്ങിച്ച ലോകത്തിലെ നമ്പർ 1 കളിക്കാരനാണ് അദ്ദേഹം. 1970-കളിൽ 1ാം റാങ്ക് നിരന്തരമായി 3 വർഷത്തോളം വാങ്ങിച്ചൊരു കളിക്കാരനാണ് അദ്ദേഹം. ഗ്രാൻഡ് സ്ലാം അവാർഡുകൾ, വിംബിൾഡൺ അവാർഡുകൾ, വലിയ വലിയ ടൂർണമെന്റുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെ അമേരിക്കയിൽ ഒരു കറുത്ത വർഗക്കാരൻ കളിയിലേക്ക് ഒരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയറായി മാറാൻ തന്നെ എത്രയോ വെല്ലുവിളികൾ നേരിടാനുണ്ട്. ഒരു കറുത്ത വർഗക്കാരനെ ഈ ഒബാമയിലൂടെയാണ്, മാർട്ടിൻ ലൂതർ കിങ്ങിലൂടെയാണ് കറുത്ത വർഗക്കാർക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായത്. എന്നാൽ ഒരു കറുത്ത വർഗക്കാരന് വളരാൻ അവസരമില്ലാത്ത അമേരിക്കയിൽ ഈ കറുത്ത വർഗക്കാരനാണ് വർഷങ്ങളോളം ഏറ്റവും പ്രശസ്തനായ കളിക്കാരനായി, ലോകത്തെ പ്രഗത്ഭനായ കളിക്കാരനായി മാറിയത്. അദ്ദേഹത്തിനാണ് വലിയൊരു അസുഖം, ക്യാൻസർ പോലെയുള്ള വലിയൊരു അസുഖം പിടിപെട്ടത്. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നിർത്തേണ്ടി വന്നു. ഈ ഒരു രോഗം കാരണം കളി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ആരാധകൻ അദ്ദേഹത്തിന് കത്തെഴുതുന്നത്, എന്തേ ദൈവം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു രോഗം തന്നു?
why does God select to use such a bad disease? ഇത്രയും മാരകമായ ഒരു രോഗം എന്തിന് ദൈവം നിങ്ങൾക്ക് തന്നു? വേറെ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഇവിടെ കോടിക്കണക്കിന് ആളുകളിൽ ഈ രോഗം നിങ്ങൾക്ക് നൽകണമായിരുന്നോ? ഒരു ആരാധകൻ കത്തെഴുതുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. വൈ മീ, എന്തിനാണ് എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം കോടിക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ കളിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്ക് കളിക്കാൻ പഠിച്ചു, കളിക്കാൻ അറിഞ്ഞു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു കളിക്കാരനായി ഞാൻ വളരുകയുണ്ടായി. അപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് മാത്രം എന്തേ കളി പഠിപ്പിച്ചത് എന്ന്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് പ്രഗത്ഭരായ ഈ റാക്കറ്റുമായി, ടെന്നീസ് ബാറ്റുമായി കോർട്ടിൽ പോയി കളിക്കാൻ 50,000 ആളുകൾക്കാണ് അവസരമുള്ളത്. അതിലും എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല വൈമി, എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. അതേപോലെ തന്നെ 50,000-ൽ നിന്ന് 1,000 ആളുകളാണ് പ്രൊഫഷണൽ കളിക്കാരായി മാറുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കളിക്കാൻ പോലും കഴിയാതെ ജീവിക്കുമ്പോ ഒരു പ്രൊഫഷണൽ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു കളിക്കാരനായി ഞാൻ മാറി. അപ്പോഴും ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തു എന്ന്. എന്നിട്ട് ആ 5,000-ൽ നിന്ന് 50 ആളുകൾക്കാണ് പ്രത്യേകമായ പ്രഗത്ഭമായ ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരം ഉണ്ടാകുന്നത്. അതിലൊരാളായി എന്റെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന്. ആ 50 ആളുകളിൽ 4 പേരാണ് സെമി ഫൈനലുകളിലേക്ക് എത്തുന്നത്. അതിലും ഒരാളായി എന്റെ റബ്ബ് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്ത് തെരഞ്ഞെടുത്തു എന്ന്. ലോകത്തുള്ള ആളുകൾ ചുരുങ്ങി വന്നു. ഇതാ 4 ആളുകളായി മാറിയിരിക്കുകയാണ്. ആ 4 ആളിൽ എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ആ സെമി ഫൈനൽ കഴിയുമ്പോഴേക്കും ഞാൻ ഫൈനലിലെത്തി. 2 പേരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഏറ്റുമുട്ടിയിട്ട് 2 ആളുകളായി ചുരുങ്ങി. അതിലൊരാൾ ഞാനാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല ഇത്രയും കോടിക്കണക്കിന് ആളുകളിൽ ഒരാളായി എന്നെ തെരഞ്ഞെടുത്തു എന്ന്. അവസാനം ഞാൻ തന്നെ വിജയിയായി. എന്നിട്ട് ആ കപ്പ് പിടിച്ച് ഞാൻ ചുടുചുംബനം നൽകുമ്പോ ലോകത്ത് ആകെ ഒരു കളിക്കാരനായി വിജയിയായി. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല ദൈവമേ എന്നെ എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. എന്നാൽ സന്തോഷ ദിവസങ്ങളിൽ, സന്തോഷ സമയങ്ങളിലൊന്നും ദൈവത്തെ ഓർക്കാതെ എനിക്കൊരു അസുഖം വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട്, ദൈവത്തോട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് മാത്രം എന്തിനീ അസുഖം തന്നു എന്ന്. ഇദ്ദേഹം ഒരു മുസ്ലിം അല്ലെങ്കിലും പഠിക്കാനുണ്ട് നമ്മൾക്ക് പാഠങ്ങൾ. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിം അങ്ങനെയാവാൻ പാടില്ല. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സാബത്തുഹു സറാഉ ശകർ, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടായാൽ അയാൾ വേഗം സുജൂദിൽ കിടക്കുമെന്നാണ്. സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമെന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നിഅമത്ത് കൂടുതൽ നമ്മൾക്ക് കിട്ടിയാൽ ഉടനെ സുജൂദിൽ വീഴണം. നിഅമത്തിന് നന്ദിയായിട്ടൊരു നന്മ നമ്മൾ കൂടുതൽ ചെയ്യണം. ഫലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. വീടെടുത്തു, നല്ലൊരു വീട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അന്ന് മുതൽ നിങ്ങൾ നന്ദി, അള്ളാഹുവിനുള്ള നന്ദിയായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വീട്, കടവും ബാധ്യതകളൊന്നും ഇല്ലാതെ ഒരു വീടെടുക്കാൻ, ഇനി കടമുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലേ, അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ ഞാൻ നന്ദി സൂചകമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം. അന്ന് മുതൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹുവിനുള്ള നന്ദി സൂചകമാണത്, അള്ളാഹുവിനോടുള്ള നന്ദിയാണത്. അതുകൊണ്ടുള്ള നേട്ടം എന്തെന്നറിയോ? നിങ്ങൾക്ക് താമസിയാതെ ഇതിനേക്കാളും വലിയൊരു നിഅമത്ത് അല്ലാഹു തരും. നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചു, ആർക്കും എത്ര ആളുകൾക്ക് ഒരു വണ്ടിയില്ല. അൽഹംദുലില്ലാഹ്, ഇതിനൊരു ശുക്റായി ഞാൻ എല്ലാ ദിവസവും ഇനി മുതൽ ഒരു ജുസ് ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. ഒരു ജുസ്, അല്ലാഹു തന്നൊരു നിഅമത്തിന് നന്ദി, ഒരു ജുസ് ഖുർആൻ. നിങ്ങളുടെ ഒരു ഷോപ്പ് തുടങ്ങി, ഒരു കച്ചവടം,
നല്ല ലാഭം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, ഇന്നു മുതൽ ഞാൻ അതിന് നന്ദിയായിട്ടൊരു ദുആ നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏത് നന്മകൾ നമ്മൾക്കുണ്ടായാലും അതിനൊരു ശുക്റായി ഒരു നന്മയെങ്കിലും കൂടുതൽ ചെയ്താൽ, നന്ദിയായിട്ട് ഒരു നന്മ, ഒരു സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലുന്നവരാണ്, അള്ളാഹു ഇങ്ങനെ ഒരു സൗകര്യം തന്നില്ലേ, ഒരു 101 സ്വലാത്ത് ഞാൻ ഇന്ന് ചൊല്ലും. ചെല്ലാത്തവരാണ്, ഞാൻ ഇന്ന് മുതൽ 100 സ്വലാത്ത് ചെല്ലാൻ തുടങ്ങും. ഇസ്തിഗ്ഫാർ ഒരു 100 ഞാൻ ചെല്ലാൻ തുടങ്ങും. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങും. ദുഹറിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങും. ഇങ്ങനെ നിഅമത്തുകൾ അല്ലാഹു തരുന്നതിനനുസരിച്ച് നമ്മുടെ ഇബാദത്തിൽ വർധനവുണ്ടാവണം. എങ്കിൽ അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ ഇബാദത്ത് കൂടിക്കൊണ്ടേയിരിക്കും. പൈസ കൂടുന്നതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ആബിദും മുത്തഖിയുമായി മാറും. അതിനനുസരിച്ച് അല്ലാഹു വീണ്ടും തരും. അല്ലാഹു കുറക്കൂല. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നിഅമത്ത് കിട്ടുന്നതിനനുസരിച്ചിട്ട് പടച്ചോനെ നമ്മൾ മറക്കലല്ലേ, അല്ലേ? പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ വാദ് ഉണ്ടാവൂല, പിന്നെ ഹദ്ദാദ് ഉണ്ടാവൂല, പിന്നെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വരൂല, ജമാഅത്തിന് വരൂല. പിന്നെ അങ്ങനെ റോഡ് സൈഡിലും ക്ലബിലും കാലം നീട്ടിട്ട് മസല പറയാൻ തുടങ്ങും. മൗലവിമാരെക്കാൾ ഉഷാറായിട്ട് മസല പറയാൻ തുടങ്ങും. പള്ളിയിലുള്ള മൗലവിമാരെ വേദൊന്നും കേൾക്കൂല. എന്നാ മസല ഇയാൾ പറയും. പൈസ കൂടുന്നതിനനുസരിച്ച് മസല കൂടാ, പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് ഫത്വ പറയാൻ തുടങ്ങും. പൈസ എന്ന് പറഞ്ഞാൽ കിതാബ് എന്ന് വിചാരിച്ചു ആൾക്കാർ. ഈ പൈസ കൂടെന്ന് പറഞ്ഞാൽ കിതാബ് ഓതി പഠിക്കലാണോ? മുതലാളിമാർക്ക് ഫത്വ കൂടുതലുണ്ടാവും. തമാശയൊന്നുമില്ല, എനിക്കറിയാം. എത്രയും മുതലാളി പൈസ കൂടിയോ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം, സ്വന്തമായിട്ട് ദീനിൽ മസല. എന്റെ 4 പൈസ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നുള്ള ചിന്തയാണ്. അത്തരം ആളുകളെ പുച്ഛിച്ച് തള്ളാനും നമ്മൾ തയ്യാറാവണം. മുഖം നോക്കിയിട്ട് പറയാനും നമ്മൾ തയ്യാറാവണം. അവരെ മസലൊക്കെ വീട്ടിൽ വെക്കാൻ പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആർക്കും കൊടുക്കുന്നതാണ്. അതിനുശേഷം വിഷയങ്ങളൊക്കെ ഞാൻ പറയാം, ആർക്കൊക്കെ പൈസ കൊടുക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, പൈസ ഒന്നുമല്ല. പൈസ കിട്ടിയെന്ന് വെച്ച് വലിയ ഇഷ്ടക്കാരനല്ല, പടച്ചോന്റെ ഇഷ്ടക്കാരനായതുകൊണ്ട് അല്ലാഹു പൈസ കൊടുത്തതുമില്ല. ഒരാളെ ദരിദ്രനാക്കിയെന്ന് വിചാരിച്ച് അല്ലാഹുക്ക് ദേഷ്യമുള്ളത് കൊണ്ട് ദരിദ്രനാക്കിയതല്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിഅമത്ത് അല്ലാഹു തന്നാൽ അതിനൊരു ശുക്ർ നമ്മൾ ചെയ്തേക്കണം. എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോഴേക്കും സുജൂദിൽ കിടക്കണം. നമ്മൾ അല്ലാഹുവിനോട് നന്ദിയായിട്ട് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. എന്തെങ്കിലും ഒരു നന്മയിൽ നമ്മൾ വർധനവുണ്ടാക്കണം, എന്തെങ്കിലും ഒരു നന്മ നമ്മൾ വർദ്ധിപ്പിക്കണം. എന്നാൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്. വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബീ ലശദീദ്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹുവിന്റെ താക്കീതാണിത്. അല്ലാഹു നിഅമത്തുകൾ നൽകി നന്ദി കേട് കാണിക്കുന്നുണ്ട്. പൈസ കൂടുന്നതിനനുസരിച്ച് അഹങ്കാരം കൂടിയാൽ, സമ്പത്ത് കൂടുന്നതിനനുസരിച്ച്, സൗകര്യം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ശക്തി കൂടി വന്നാൽ, നിങ്ങൾ അഹങ്കാരികളായി ധിക്കാരികളായി മാറിയാൽ, ഉസ്താദുമാരെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല, ആലിമീങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല, ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാനാണ് നിങ്ങളുടെ തയ്യാറെടുപ്പെങ്കിൽ, ഈ സമ്പത്തിനും ഈ ഐശ്വര്യത്തിനും ഈ നിഅമത്തിനും താൽക്കാലികമായ നിലനിൽപ്പേയുള്ളൂ. പെട്ടെന്ന് അല്ലാഹു കൊണ്ടുപോകും, പെട്ടെന്ന് അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകും. നിങ്ങളുടെ സമ്പാദ്യം ഒന്ന് ആസ്വദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാരകമായ അസുഖങ്ങൾ നൽകും. വലിയ വീടുണ്ടാകും, വലിയ വാഹനങ്ങൾ ഉണ്ടാകും, എന്നാൽ മര്യാദയ്ക്കൊരു ഭക്ഷണം പോലും തിന്നാൻ കഴിയില്ല. തിന്നാൻ കഴിയാത്തവന് എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? എന്തിനാണ് ഇവിടെ ആളുകൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? എന്തിനാ ഇവിടെ ആളുകളൊക്കെ പോയി ജോലി ചെയ്യുന്നതിന്? തിന്നാനല്ലേ. തിന്നാൻ വേണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കഷ്ടപ്പെടും? മനുഷ്യന് തിന്നാൻ വേണ്ട, വായു തിന്നാൻ കഴിയുമെങ്കിൽ ആരെങ്കിലും അധ്വാനിക്കാൻ പോകും. ഒരു വീട് എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കൂലേ? ഉറങ്ങാൻ വേണ്ടി ഒരു വീട് മിണ്ടാണ്ടിരിക്കൂലേ? ആരെവിടെ അധ്വാനിക്കാൻ പോവുക? തിന്നാൻ വേണ്ടിയിട്ട് ആളുകൾ അധ്വാനിക്കുന്നത്. എന്നാൽ പൈസയും കൂടി വീടുമായി വണ്ടിയായി തിന്നാൻ കഴിയില്ലേ? പരീക്ഷണമാണത്, അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിഅമത്തുകൾ നൽകുമ്പോൾ നമ്മൾ ശുക്ർ ചെയ്യുകയും അതിനു പകരം നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബീ ലശദീദ്, ഞാൻ വെറുതെ വിടൂല, എന്റെ ശിക്ഷ വല്ലാത്ത ശിക്ഷയായിരിക്കും, നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.
ആലോചിക്കണം, നമ്മൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഓരോ നാടുകളെ കുറിച്ചും ഓരോ സംഭവങ്ങളെ കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നബിയേ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് സമുദായത്തിലേക്ക് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ അല്ലാഹു ഇറക്കി കൊടുത്ത ഓരോ സമുദായം, വ്യത്യസ്ത നബിതങ്ങൾക്ക് മുമ്പുള്ള സമുദായം, അവർക്കൊക്കെ അല്ലാഹു തആല ഓരോ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, അവർക്ക് അല്ലാഹു പ്രയാസങ്ങൾ നൽകിയത് എന്തിനാണ്? ലഅല്ലഹും യതളറഊൻ, ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് താണുകേണ് മടങ്ങാൻ വേണ്ടിയാണ്. അഥവാ നമ്മൾക്കൊരു രോഗമുണ്ടായാൽ അത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ആണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഉണ്ടോ? ഒരു രോഗം വന്നാൽ അത് അല്ലാഹുവിലേക്ക് താണുകേണ് മടങ്ങാൻ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന ഒരു അവസരമാണ്. ഒരു 60 വയസ്സായ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ വന്നിട്ടുണ്ട്, ഇനി മരുന്നെടുത്തിട്ട് കാര്യമില്ല. സത്യത്തിൽ അത് അയാൾക്കൊരു അവസരമാണ്. എന്തിനുള്ള അവസരം? നിങ്ങൾക്ക് 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഇനി മരുന്നുകൾ ഫലിക്കൂല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ജനങ്ങളോടൊക്കെ സലാം പറഞ്ഞ് പിണങ്ങിയവരോട് സംസാരിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും വാക്കിനാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഒരു അരുതായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം പൊരുത്തം ചോദിച്ച് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം അള്ളാഹുവിനോട് താണുകേണ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സുവർണാവസരമാണത്. എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് ഒരു തെറ്റുപോലുമില്ലാതെ ഒരു പാപം പോലുമില്ലാതെ പുഞ്ചിരിച്ച് മരണപ്പെടാനുള്ള ചാൻസ് ആണത്. നഷ്ടപ്പെടുത്തരുത്. ഇത് അള്ളാഹു രോഗങ്ങൾ നൽകുന്നത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ നൽകുന്നതൊക്കെ എന്തിനാണ്? ലഅല്ലഹും യതളറഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് താണുകേണ് വിനയാന്വിതനായി നിങ്ങൾ മടങ്ങട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അതിനുവേണ്ടിയാണ്. ഒരു പരീക്ഷണം വരുമ്പോ മനസ്സിലാവും എന്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് റബ്ബ് തന്നതാണ്. ഒരു പാഠമാണ് നമ്മൾക്ക്. അസുഖങ്ങൾ വരുമ്പോൾ ഒരു പാഠമാണ്, റബ്ബിലേക്ക് മടങ്ങാനുള്ള പാഠം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട് ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, എന്റെ ഈ പരീക്ഷണങ്ങൾ അവരിലേക്ക് വന്നപ്പോ തളർറഊ, അവർക്ക് വിനയാന്വിതനായി താണുകേണ് എന്നിലേക്ക് മടങ്ങാമായിരുന്നില്ലേ? ചില വേദനകൾ, നിരന്തരമായ അസുഖങ്ങൾ, ജീവിതത്തിലെ ടെൻഷനുകൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്നിലേക്ക് താണുകേണ് മടങ്ങാമായിരുന്നില്ലവർക്ക്. ഇരു കൈകളും ഉയർത്തി എന്നോട് ദുആ ചെയ്യാമായിരുന്നില്ലേ? എന്നിലേക്ക് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് എണീറ്റുകൊണ്ട് അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുത്തു താ അല്ലാഹ്, എന്റെ പ്രയാസങ്ങൾ നീ തീർത്തു താ റബ്ബേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം വേണമെങ്കിലും എന്നോട് സഹായം ചോദിച്ചോളൂ എന്നാണ് അല്ലാഹു പറഞ്ഞത്. രാത്രി തഹജ്ജുദിന്റെ സമയങ്ങളിൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ അല്ലാഹു പരിഹരിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാൻ തയ്യാറായ റബ്ബുണ്ട്. ചോദിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ്. അതാണ് അല്ലാഹു പറയുന്നത് ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തളർറഊ, എന്നിലേക്ക് വിനയാന്വിതനായി താണുകേണ് ദുആ ചെയ്തവർ മടങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളിൽ പരിഹാരം ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ള ഹൃദയമായി, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവർക്ക് ദുആ ചെയ്യണമെന്ന് തോന്നിയില്ല. ദുആ ചെയ്യാൻ തോന്നണമെങ്കിൽ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. അസുഖമുണ്ടാകുമ്പോ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയണ്ടേ. വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്ത ഹൃദയങ്ങളായി മാറി.
എന്നിട്ട് പിശാച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രവർത്തനങ്ങളായി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, അവരെ ഞാൻ പറഞ്ഞു കൊടുത്ത വിഷയങ്ങൾ അവർ മറക്കാൻ തുടങ്ങിയാൽ, എന്റെ ഉപദേശങ്ങൾ അവർ മറക്കാൻ തുടങ്ങിയാൽ, എല്ലാ സൗകര്യങ്ങളും ഞാൻ അവർക്ക് കൊടുക്കും. സമ്പത്ത് വേണോ സമ്പത്ത് കൊടുക്കും, വീട് വേണോ വീട് കൊടുക്കും, മക്കളെ വേണോ മക്കളെ കൊടുക്കും, വാഹനം വേണോ വാഹനം കൊടുക്കും, കച്ചവട സ്ഥാപനങ്ങൾ വേണോ അതും കൊടുക്കും. എല്ലാ സൗകര്യങ്ങളുടെയും വാതായനങ്ങൾ ഞാൻ തുറന്നു കൊടുക്കുമെന്നാണ്. അവൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങാൻ കഴിയും, അവൻ ആഗ്രഹിച്ചതൊക്കെ നേടാൻ കഴിയും, അവൻ ആഗ്രഹിച്ചതൊക്കെ അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ ഉൾക്കൊള്ളാനും അവൻ സ്വീകരിക്കാനും ആസ്വദിക്കാനും കഴിയും. പക്ഷേ ഈ സുഖവും സൗകര്യങ്ങളും അവരിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്നൊരു പിടി ഞാൻ അവരെ പിടിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചന നൽകുന്നത്. എന്ത് വേണമെങ്കിലും മുമ്പിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോടൊക്കെ പറയാനുള്ളത്, 2 ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ രാത്രി 8:30 മണിക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും ആഭാസം കാണിക്കുന്നത് രാത്രി 8:30 മണിക്ക്. ഇത് സെന്റ് ഓഫിന്റെ കാലമാണ്. ഇത് സെന്റ് ഓഫിന്റെ കാലമാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. സ്കൂളിൽ സെന്റ് ഓഫുകൾ നടക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ സെന്റ് ഓഫ് നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്ക് 100% കൂളിംഗുമായി നമ്മുടെ മക്കൾ വണ്ടിയുമായി കോളേജിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ 30% പോലും അനുവദിച്ചിട്ടില്ല കൂളിംഗ്. നമ്മുടെ ക്ലാസുകൾ കറുപ്പിക്കുന്നത്, സ്റ്റിക്കർ ചെയ്യുന്നത്, കൂളിംഗ് ചെയ്യുന്നത് 30% പോലും അനുവദിച്ചിട്ടില്ല. എന്നാൽ ഒരു 2000 രൂപ കൊടുത്താൽ, ഒരു 3000 രൂപ കൊടുത്താൽ വണ്ടി മുഴുവനും 100% കൂളിംഗ് നൽകും. അള്ളാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയതിന്റെ അഹങ്കാരമാണത്. വൈകുന്നേരമാകുമ്പോഴേക്കും ആ കൂളിംഗ് പറിച്ചു മാറ്റും. കാരണം പോലീസ് പിടിച്ചാൽ അത് പ്രശ്നമാണ്. എന്ത് ചെയ്യൂ നമ്മുടെ മക്കൾ? അന്ന് രാവിലെയാകുമ്പോഴേക്കും മുഴുവൻ 100% കൂളിംഗ് ചെയ്ത് വണ്ടികൾ കോളേജുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. സെന്റ് ഓഫ് ആയതുകൊണ്ട് അധ്യാപകർ അവരെ തടയുന്നില്ല. സെന്റ് ഓഫ് അല്ലേ, SSLC-യിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അടുത്ത വർഷമില്ലല്ലോ, ഇനി അവരെ വേദനിപ്പിക്കണ്ട, ഇനി അവരെ പറയണ്ട, അവരെ ചീത്ത പറയണ്ട എന്ന് വിചാരിച്ച് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്കൂളിൽ നിന്നുള്ള അധ്യാപകർ നൽകുന്നുണ്ട്. SSLC ആയാലും ശരി, +2 ആയാലും ശരി, ഡിഗ്രി ആയാലും ശരി. എന്നിട്ട് സെന്റ് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ കലാലയങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റിയിട്ട് അതിലേക്ക് അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കയറ്റിയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. അകത്ത് നടക്കുന്നത് എന്താണെന്ന് പുറത്തു നടക്കുന്നവർക്കറിയാത്ത രീതിയിൽ 2-3-4 സ്ത്രീകളും 2-3-4 ചെറുപ്പക്കാരും വണ്ടിയുടെ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് അങ്ങാടികളിലൂടെ കറങ്ങുന്നത് 1 2 ഒരുപാട് വാഹനങ്ങൾ. ഇത്തരം വാഹനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, കലാലയങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പെൺമക്കളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പുള്ള വർഷമോ കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സ്ഥാപനത്തിന്റെ കഥയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സെന്റ് ഓഫിനാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോ ആലോചിക്കണം എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. രാത്രി 8:30 മണിക്ക് പ്രധാനപ്പെട്ട നഗരത്തിൽ 2 ദിവസം മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്നത് അവിടെ സ്വതന്ത്രമായി നടക്കുന്ന ആളുകൾക്ക് പോലും ദഹിക്കുന്നില്ല. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹു സ്ത്രീകളിൽ നിന്ന് ഉയർത്തിയൊരു കാലമാണെന്നതിൽ ആർക്കും ഇവിടെ സംശയമില്ല. കാരണം ഇദാ കാന ആഖിറുസ്സമാൻ, അവസാന കാലഘട്ടമായാൽ യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്ത്രീകൾക്ക് നാണമുണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളെ, നിങ്ങൾക്കും നാണമില്ലേ? നിങ്ങൾക്കും ലജ്ജയില്ലേ? 8:30 മണിക്കൊക്കെ നഗരങ്ങളിൽ കൂടെ പഠിക്കുന്ന
പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ ലാവിഷായി അടിച്ചു പൊളിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് സമ്മതം നൽകുന്നത്? നിങ്ങൾക്ക് അവരിലുള്ള വിശ്വാസമാണോ? മക്കൾ ചോദിക്കും, അവരെ ഫോൺ ചെയ്താൽ എന്തേ എന്നെ വിശ്വാസമില്ലേ എന്ന്. വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ മക്കൾ പറയും എന്തേ എന്നെ വിശ്വാസമില്ലേ എന്ന്. ബാഗ് ചെക്ക് ചെയ്താൽ മക്കൾ പറയും എന്നെ വിശ്വാസമില്ലേ എന്ന്. സ്കൂളിലേക്ക് ഫോൺ ചെയ്താൽ മക്കൾ പറയും വിശ്വാസമില്ലേ എന്ന്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നിങ്ങളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വ്യഭിചാരിയാക്കുന്നത്. സാഹചര്യമാണ് മനുഷ്യനെ കഞ്ചാവിന്റെയും കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാക്കി മാറ്റുന്നത്. സാഹചര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കള്ളു കുടിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല. സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുടിക്കാത്തത്. നിങ്ങൾ ഇവിടെ വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല. സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് വ്യഭിചരിക്കാത്തത്. എന്നാൽ ഓരോ ആളുകൾ വിചാരിക്ക്, ഓരോ ആളുകൾ സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചു നോക്ക്. ആരും അറിയാതെ, ആരും കാണാത്തൊരു സ്ഥലത്ത് വ്യഭിചരിക്കാൻ ഒരു ചാൻസ് ഉണ്ടായാൽ വ്യഭിചരിക്കാതെ മാറി നിൽക്കുമോ ഇല്ലേ എന്നാലോചിച്ചു നോക്ക്. അങ്ങനെ ഒരു അവസരത്തിൽ മാറി നിന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ ക്രെഡിറ്റ് പറയാനുള്ളൂ. ഇവിടെ ക്രെഡിറ്റ് പറയാനും അഭിമാനിക്കാനും അവസരമുള്ളത് സാഹചര്യമുണ്ടായിട്ട് മാറി നിൽക്കുന്ന ആളുകൾക്കാണ്. സാഹചര്യമുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചില്ല. സാഹചര്യമുണ്ടായാൽ ഏത് മൊയ്ലാമാരിൽ നിന്നും ഏത് പ്രഭാഷകന്മാരിൽ നിന്ന് വരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യലാണ് രക്ഷിതാക്കളുടെ പണി. രക്ഷിതാക്കളുടെ ഉത്തരവാദപ്പെട്ട ബോധം എന്ന് പറയുന്നത്, മക്കള് സിനിമ കാണാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, മക്കള് കഞ്ചാവ് പഠിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, മക്കള് പ്രണയിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല, വ്യഭിചരിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ വെച്ചല്ല. ലക്ഷക്കണക്കിന് കൗമാരക്കാരികളായ ആളുകൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഗർഭിണികളാകുന്ന കാലമാണിത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണികളാകുന്ന കാലമാണിത്. സ്ത്രീകൾ വരെ, മുസ്ലിം സ്ത്രീകൾ വരെ കഞ്ചാവിന്റെ ഡീലറായ കാലമാണിത്. നമ്മുടെ നാട് അങ്ങനെയുള്ള നാടാണ്. മുസ്ലിം സ്ത്രീകളാണ് കഞ്ചാവുകൾ അതിന്റെ ഡീലർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. അങ്ങനെ ഒരു നാട്ടിൽ വെച്ചാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നമ്മുടെ മക്കൾക്ക് തെറ്റു ചെയ്യാൻ നമ്മൾ അവസരമുണ്ടാക്കാൻ പാടില്ല. അവരുടെ യുവത്വമാണത്, അവരുടെ യുവത്വമാണത്. യുവത്വമുള്ള സമയത്ത്, ചോരത്തിളപ്പുള്ള സമയത്ത് സാഹചര്യം കൂടി ഉണ്ടായാൽ അവർ വ്യഭിചരിച്ചേക്കും, അവർ കള്ള് കുടിച്ചേക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ നമ്മുടെ മക്കളുടെ സെന്റ് ഓഫിന്റെ ദിവസങ്ങളിൽ നിരീക്ഷണം നിർബന്ധമാണ്. ആരുടെ കൂടെ കാറിൽ കറങ്ങുന്നുണ്ട്, സ്കൂളിൽ എന്താണ് നടക്കുന്നത്, എപ്പോഴാണ് പോകുന്നത്, തിരിച്ചെപ്പോഴാണ് വരുന്നത്, അന്ന് കള്ളു കുടിക്കുന്നുണ്ടോ, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം നിർബന്ധമായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് ഞാൻ എല്ലാ രക്ഷിതാക്കളോടും ഉമ്മമാരോടും പറയുന്നത്, നിങ്ങളോട് മക്കൾ ചോദിക്കുന്ന ചോദ്യം ഇതാണെങ്കിൽ, എന്തേ എന്നെ വിശ്വാസമില്ലേ എന്ന ചോദ്യമാണ് മക്കൾ ചോദിക്കുന്നതെങ്കിൽ അവരോട് പറഞ്ഞോളൂ, നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് തെറ്റു ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത്, നിന്നെ തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് നിന്നെ നിരീക്ഷിക്കാൻ കോളേജുകളിൽ ആളുണ്ട്, നിന്നെ നിരീക്ഷിക്കാൻ ക്ലാസ് റൂമുകളിൽ ആളുണ്ട്. നീ പോകുന്ന വഴി, നീ തിരിച്ചു വരുന്ന വഴി, അവിടേക്ക് നിരീക്ഷണം വേണം. മക്കളിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് നേരം കാണുമ്പോഴാണ്, ഒരാളെ നിരന്തരമായി കാണുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്. ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ വാദ് പറയാൻ പോയപ്പോ ആ നാട്ടുകാരനോട് പറഞ്ഞത്, ഈ നാട്ടിൽ ഒരു മാസത്തിൽ 10 വീടുകളിലാണ് അഭിഹിത ബന്ധം പിടിച്ചത് എന്ന്. ഒരൊറ്റ മാസത്തിൽ 10 വീടുകളിൽ 10 വ്യത്യസ്തമായ വീടുകളിലേക്ക് അഭിഹിത ബന്ധങ്ങൾ പിടിച്ചു എന്നാണ്. അഥവാ നാട്ടിലൊരു പണിയുമില്ലാത്ത ആളുകൾ രാത്രിയായാൽ ഭർത്താവില്ലാത്ത വീട്ടുകളിലേക്ക് കയറുന്നത് ഒരൊറ്റ മാസത്തിൽ 10 പേരെയാണ് പിടിച്ചത് എന്ന് ഒരു നാട്ടുകാരനോട് പറഞ്ഞു. ആ വിഷയം വാദ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. ഗൾഫിലേക്ക് പോകുമ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയല്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള ടാക്സി ഡ്രൈവർമാരെയല്ല ഏൽപ്പിക്കേണ്ടത്. എന്റെ ഭാര്യയെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം, ടൗണിലേക്ക് കൊണ്ടുപോകണം, വിളിച്ചാൽ വീട്ടിലേക്ക് പോകണം, അവനെന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയേണ്ടത് ടാക്സി ഡ്രൈവർമാരെയല്ല, അത് നിങ്ങളുടെ മഹ്റമീങ്ങളായ ആളുകളെയാണ്. അവർ നിരപരാധികളാണ്. ഞാൻ പറഞ്ഞു,
പറഞ്ഞല്ലോ, ഒരാളും ഇവിടെ തെറ്റ് ചെയ്യില്ല. ടാക്സി ഡ്രൈവർമാരായാലും ബസിന്റെ കണ്ടക്ടർമാരായാലും ഇനി മൊയിലാമാരായാൽ വരെ അവരാരും തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് സാഹചര്യമുണ്ടായാൽ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. സാഹചര്യമില്ലാതാക്കി കൊടുക്കലാണ് നമ്മുടെ കടമ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ യഖ്ലുവന്ന റജുലും ബിംറാ, ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ല. ഷോപ്പിലായാലും ശരി, ക്ലാസ് റൂമിലായാലും ശരി, വാഹനത്തിലായാലും ശരി, അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കുണ്ടാവാൻ പാടില്ല എന്ന്. കാരണം അയാൾ എത്ര മുത്തഖിയാണെങ്കിലും ആ പെണ്ണ് എത്ര സൂഫി വര്യയാണെങ്കിലും പിശാച് മൂന്നാമനായി കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എത്രയോ ഗൾഫുകാരായ ആളുകൾ ടാക്സി ഡ്രൈവർമാരെയാണ് ഏൽപ്പിക്കുന്നത്. എന്റെ ഭാര്യ വിളിച്ചാൽ പോകണം, എന്തിനെ? അവിടെ കല്യാണത്തിന് കൊണ്ടുപോവാൻ, സ്കൂളിലേക്ക് മീറ്റിംഗിന് കൊണ്ടുപോവാൻ, വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. അവരിൽ ആദ്യം ഒരു പ്രശ്നവും ഉണ്ടാവൂല. ഒന്നാമത്തെ യാത്ര കഴിയും, രണ്ടാമത്തെ യാത്ര കഴിയും, മാസങ്ങളോളം യാത്ര ചെയ്താലും ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടാവൂല. പിന്നെ നിരന്തരമായി അവർ കാണുമ്പോ ആങ്ങളെയും പെങ്ങളെയും പോലെയായി. പിന്നെ അവർ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അവർ ഫോൺ നമ്പറുകൾ കൈമാറും. എന്തിന്? എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൈമാറും. ഈ പെണ്ണ് സേവ് ചെയ്യും, അയാളും സേവ് ചെയ്യും. എന്നിട്ട് പരസ്പരം സ്റ്റാറ്റസുകൾ കാണാൻ തുടങ്ങും. പിന്നെ രാത്രിയിൽ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങും. പിന്നെ മെസ്സേജും കൂടിയായാൽ ഫോൺ വിളിച്ച് സംസാരിക്കാനും തുടങ്ങിയാൽ പിന്നെ കാണാനും, എവിടെ വെച്ച് കാണണം, എങ്ങനെ വരണം, എങ്ങനെ കാണണം എന്നുള്ള തീരുമാനമായി. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. മഹ്റമീങ്ങളായ ആളുകളെയാണ് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. മഹ്റമീങ്ങളായ ആളുകളെയാണ്. നിങ്ങളുടെ അനുജനെയല്ല ഏൽപ്പിക്കേണ്ടത്. നിങ്ങളുടെ പിതാവിനെ, ഭാര്യയുടെ പിതാവിനെ, ഭാര്യയുടെ ആങ്ങളെ, ഇങ്ങനെ മഹ്റമീങ്ങളായ ആളുകളെയാണ് നമ്മുടെ ഭാര്യമാരുടെ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട് പറയാനുള്ളത്, ഇനി സെന്റ് ഓഫിന്റെ കാലമാണിത്. ഇനി സെന്റ് ഓഫിന്റെ കാലമാണ്. ഇതാ മാർച്ചിലാണ് എക്സാം വരുന്നത്. അതിനിടയിൽ എല്ലാ സ്കൂളുകളിലും സെന്റ് ഓഫുകൾ. ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ വസ്ത്രം ധരിക്കണം എല്ലാവർക്കും. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നുമല്ല ഞാൻ ഇവിടെ വിമർശിക്കുന്നത്. പക്ഷേ സെന്റ് ഓഫിന്റെ സമയങ്ങളിൽ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ, ഹറാമുകളാണ് നടക്കുന്നത്, വ്യഭിചാരങ്ങളാണ് നടക്കുന്നത്. എന്തിനേറെ ഒരു പെണ്ണിനെ തൊട്ടാൽ വരെ, ഒരു പെണ്ണിനെ ചുംബിച്ചാൽ വരെ, ഒരു പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് വരെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകൾ ഏൽക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധമായ മതത്തിന്റെ അനുയായികളായ നമ്മൾ ഒരു ലജ്ജയില്ലാതൊരു നാണമില്ലാതെ രാത്രി സമയങ്ങളിൽ പോലും സെന്റ് ഓഫിന്റെ പേരിൽ 8:30 മണിക്ക് 9 മണിക്ക് അങ്ങാടികളിൽ ഒച്ചവെച്ച ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, ഹോട്ടലുകളിൽ പോകുന്നത്, വലിയ വലിയ ഹോട്ടലുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്തരം ഹോട്ടലുകളിലേക്ക് പോയി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്, എന്നിട്ട് അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്, എന്തൊരു വിശ്വാസമാണിത്! എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഇതൊക്കെ അനുവദിച്ചു തരാൻ കഴിയുന്നത്? ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഈ ആഭാസങ്ങൾക്കൊരവസാനം വേണം, ഈ തോന്നിവാസങ്ങൾക്കൊരവസാനം വേണം. പതിവ്രതകളായ അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വേണം. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇവിടെ വളർന്നു വന്നാൽ മാത്രമേ ഇനി വരുന്ന ജനറേഷൻ നന്നാവുള്ളൂ. നല്ലവരായ ഉമ്മമാരുണ്ടാവണം ഇവിടെ. അല്ലാഹുവിനെ പേടിയുള്ള തഖ്വയുള്ള വിദ്യാർത്ഥിനികൾ പഠിച്ചു വളരണം. എന്നാൽ അവരിൽ നിന്ന് മാത്രമേ നല്ലവരായ മക്കൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ ജനിക്കുന്ന മക്കൾ അവരെക്കാരും അലങ്കോലം കാണിക്കുന്നവരായിരിക്കും. ഉമ്മ തന്നെ സെന്റ് ഓഫിന്റെ സമയത്ത് ശരീരം കൈമാറിയവൾ, ഉമ്മ തന്നെ സ്വന്തം ശരീരത്തിന് യാതൊരു നിയന്ത്രണം വെക്കാത്തവൾ, ആ ഉമ്മയിൽ നിന്നെങ്ങാനും എങ്ങനെയാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇനി വരുന്ന ജനറേഷൻ, ഇനി വരുന്ന തലമുറ നല്ല മക്കളായി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീകൾ നന്നാവേണ്ടതുണ്ട്. സ്ത്രീകളിൽ നിന്ന് അരുതായ്മകൾ ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകളിൽ നിന്ന് തോന്നിവാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സദസ്സിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കളെയൊക്കെയുള്ള ഒരു സദസ്സിൽ വെച്ചാണ് ചോദിക്കുന്നത്, അയ്യുൽ മർഅതി ഖൈറുൻ, ഇവിടെയുള്ള സ്ത്രീകളിൽ ഏറ്റവും നല്ല പെണ്ണേതാണ്? പെണ്ണിന്റെ ലക്ഷണങ്ങൾ, പെണ്ണിന്റെ നല്ല ലക്ഷണം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് മറുപടി ഉണ്ടായില്ല. അപ്പോഴാണ് മഹാനായ അലി തങ്ങൾ സദസ്സ് പിരിഞ്ഞ ശേഷം നേരെ ഫാത്തിമയോട് പോയി ചോദിക്കുന്നുണ്ട്, ഫാത്തിമ,
നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു പെണ്ണിന്റെ നല്ല ലക്ഷണം ഏതാണ് എന്ന്. അയ്യുൻ നിസാഇ ഖൈർ, സ്ത്രീകളിൽ ഏറ്റവും നല്ല പെണ്ണ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫാത്തിമ, നീ ഒരു പെണ്ണല്ലേ, നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറയുന്നത് അല്ലാ യറൈന ദിജാല വലാ യറാഹുന്ന ദിജാൽ, അവൾ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല, അതേപോലെ അവളെ അന്യ പുരുഷന്മാര് നോക്കാനും പാടില്ല. ഇതാണ് നല്ല പെണ്ണ്. അന്യ പുരുഷന്മാരെ കാണാത്ത, അന്യ പുരുഷന്മാർക്ക് കാണാൻ അവസരം നൽകാത്ത, അഥവാ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങളുണ്ട്, അന്യ പുരുഷന്മാരുള്ള മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവനും മറച്ചു നടക്കുന്ന പെണ്ണാണ് അവൾ. ശരീരം മുഴുവനും മറച്ചു നടന്നാൽ മതിയോ, പോരാ, അവളുടെ കണ്ണുകൾ അന്യ പുരുഷന്മാരെ അലഞ്ഞു തിരിയാൻ പാടില്ല, അന്യ പുരുഷന്മാരെ കാണാനും പാടില്ല. അവൾ അന്യ പുരുഷന്മാരെ കാണരുത്, അന്യ പുരുഷന്മാർക്ക് കാണാനുള്ള അവസരവും നൽകരുത്. ഈ രീതിയിൽ ഏത് പെണ്ണാണോ വളരുന്നത് ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർക്ക് ഈ യോഗ്യതയുണ്ട് എന്നാണ്? നിങ്ങളിൽ എത്ര പേർക്ക് ഈ യോഗ്യതയുണ്ട് എന്നാണ്? നിങ്ങൾ കുളിച്ച് അണിഞ്ഞൊരുങ്ങി നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതിന്റെ, ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ, ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിന്റെ, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് സുന്ദരികളായി ഇറങ്ങുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങൾ അന്യപുരുഷന്മാരെ കാണുന്നുണ്ടോ? അന്യപുരുഷന്മാരെന്നെ കാണണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയെ കുറിച്ചറിയില്ല, പക്ഷേ ചിന്ത മാത്രം നോക്കുന്ന ഒരാളുണ്ട്, അത് അല്ലാഹുവാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വേഷവിധാനങ്ങൾ വേണ്ട. ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കല്ല, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളിലേക്കല്ല. വലാകിൻ ഇലാ ഖുലൂബികും, അല്ലാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. പുറത്തിറങ്ങുന്ന ഒരു പെണ്ണിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അല്ലാഹുവിന് അറിയുന്നുണ്ട്. അതുകൊണ്ടൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇവിടെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരിമാരും ഒന്ന് ആലോചിച്ചു നോക്ക്. അന്യ പുരുഷന്മാരെ കാണാറുണ്ടോ? അതേപോലെ അന്യ പുരുഷന്മാരെന്നെ നോക്കണമെന്നുള്ള ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവാറുണ്ടോ? വസ്ത്രം വാങ്ങാൻ കാസർഗോഡ് അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത്, പഠിക്കാൻ വേണ്ടി സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത്, മറ്റുള്ള ഫംഗ്ഷനുകളിലേക്ക് വരുന്ന സമയത്ത്, എന്തിനേറെ ബഹദിന് പോലും വരുന്ന സമയത്ത്, വീട്ടിൽ വെച്ച് നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോ അന്യ പുരുഷന്മാർ എന്നെ കാണണം, എന്നെ നോക്കണം എന്ന നീയത്ത്, എന്ന ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഉണ്ടോ? ആരോടും പറയണ്ട, ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിചിന്തനം നടത്തിയാൽ മതി. ഈ വസ്ത്രം ധരിക്കുന്നതിന്റെയും പൗഡർ ഉപയോഗിച്ചതിന്റെയും പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിചിന്തനം നടത്തിയാൽ മതി. എന്നിട്ട് മനസ്സിലാക്കുക, നല്ല പെണ്ണാണോ അല്ലേ എന്ന്. ആ നിങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന പെണ്ണിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാവൂല, സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവൂല. ഇനി വരുന്ന ജനറേഷനിൽ, നല്ല തലമുറയിൽ, ഇനി വരുന്ന തലമുറയിൽ നല്ല മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്റെ വാക്കാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കാണിത്. ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് അല്ലാ യറൈന ദിജാൽ വലാ യറാഹുന്ന ദിജാൽ, അവളും കാണാൻ പാടില്ല, അന്യ പുരുഷന്മാർക്ക് കാണാൻ അവൾ അവസരം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മളെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നമ്മൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി. ചെറുപ്പക്കാരുടെ റാഗിംഗ് ഒന്നും പറയാതിരിക്കലാ നല്ലത്. സമ്പത്ത് നൽകി പഠിച്ചോൻ ഇഷ്ടം പോലെ ക്യാഷ് നൽകി, വസ്ത്രം വാങ്ങാനും അടിച്ചു പൊളിക്കാനും ഭക്ഷണം കഴിക്കാനും വണ്ടി വാങ്ങാനും കേക്ക് വാങ്ങാനും ആ കേക്ക് എടുത്തിട്ട് മുഖത്തേക്ക് പുരട്ടാനും പടക്കം പൊട്ടിക്കാനും എന്തൊക്കെയാ നമ്മുടെ മക്കൾ ചെയ്യുന്നത്. കേക്ക് തിന്നുന്നതിലോ മധുരം കൊടുക്കുന്നതിലോ ഒന്നും തെറ്റൊന്നുമില്ല. മധുരം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, കൂലിട്ടുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ ദുർവ്യയം ചെയ്യുന്നത്, മുഖത്തേക്ക് പുരട്ടുന്നത്, ശരീരത്തിലേക്ക് പുരട്ടുന്നത്, ഇതൊക്കെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. ഇത്തരം വീഡിയോകളൊക്കെ സ്കൂളിൽ നടക്കുന്ന ബർത്ത്ഡേ ആഘോഷങ്ങൾ. ഇതാണ് പറഞ്ഞത് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി,
ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ അവർ മറക്കാൻ തുടങ്ങുമ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, ടിക്ടോക്ക് അവരിലേക്ക് തുറന്നു തരും, ഇൻസ്റ്റ അവരിലേക്ക് തുറന്നു തരും, ഫേസ്ബുക്കും വാട്സപ്പും മൊബൈൽ ഫോണുകളും സ്മാർട്ട് ഫോണുകളും ജിയോയും അതുപോലെ ഡെയിലി 1.5 GB വെച്ചിട്ട് എല്ലാ ദിവസങ്ങളിലും 5Gയും 4Gയും സംവിധാനങ്ങളുള്ള ഇന്റർനെറ്റ് സംവിധാനം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എല്ലാം ഇപ്പൊ നമ്മുടെ മുമ്പിലില്ലേ? ആരുടെ എന്താ നിങ്ങൾക്ക് എന്ത് വേണം അതൊക്കെ നിങ്ങളുടെ മുമ്പിലില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്നില്ലേ? ഒരു 350 രൂപ റീചാർജ് ചെയ്ത എന്താ നമ്മൾക്ക് കിട്ടാത്തത്? എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തുറന്നു തന്നു. ഒരു പെണ്ണിന് തന്റെ അഭിനവ പാടവം പൊതുജനങ്ങൾക്ക് കാണിക്കാനുള്ള അവസരമാണ് ടിക്ടോക്ക്. ഒരു പെണ്ണിന്റെ കഴിവ് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാനുള്ള അവസരമാണ്. ഒരു പെണ്ണിന് സൗന്ദര്യം, താൻ ഇത്ര സുന്ദരിയാണ്, എന്റെ മുഖം കാണ്, എന്റെ ഹിജാബ് കാണ്, എന്റെ ചുണ്ട് കാണ്, എന്റെ പല്ല് കാണ് എന്ന രീതിയിൽ സൗന്ദര്യം പൊതുജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കാനുള്ള മീഡിയയാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ. ഒരു വീട്ടിൽ നടക്കുന്ന സന്തോഷ നിമിഷങ്ങൾ, ഒരു വീട്ടിൽ നടക്കുന്ന ഭക്ഷണം, ഒരു വീട്ടിൽ നടക്കുന്ന സെറമണി, ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണിക്കാനുള്ള അവസരമാണ് വാട്സപ്പ് സ്റ്റാറ്റസുകൾ. പെൺകുട്ടികളൊക്കെ പൊതുവെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടാം. സ്വന്തം സ്റ്റാറ്റസ് ടൂർ പോയാൽ അവർക്ക് ഫോട്ടോ വേണം, എന്നിട്ട് 1,000 സ്റ്റാറ്റസ് ഇടണം. എന്തിന്? ഞാൻ അവിടെ ടൂർ പോയി, എന്നെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നണം. അതിനു വേണ്ടിയിട്ട് വേറൊന്നുമില്ല. എന്നെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നണം. ഞാൻ ഇന്നാലിന്ന ഹോട്ടലിൽ പോയി, എന്നിട്ട് ആ ഹോട്ടലിന്റെ ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് ഇടണം. എന്തിന്? മറ്റുള്ളവരത് കാണണം, എന്റെ കുടുംബക്കാർ കാണണം, എന്റെ കസിൻസ് കാണണം, എന്റെ ക്ലാസ്മേറ്റ് കാണണം, എന്നിട്ട് അവർക്ക് അസൂയ തോന്നണം. എന്താ ഇതൊക്കെ? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ഇതൊക്കെ അല്ലാഹു സൗകര്യങ്ങളൊക്കെ മുഴുവനും നമ്മുടെ മുമ്പിൽ തുറന്നു തരാം. എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരാൾക്ക്. ഒരു മനുഷ്യന് എന്തും ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു തരികയാണ്. പക്ഷേ ഇതിന് നിലനിൽപ്പില്ല എന്നെല്ലാവരും മനസ്സിലാക്കി. ഇതിനൊരു നിലനിൽപ്പില്ല. ഹത്താ ഇദാ ഫരിഹു, സുഖിച്ച് ആസ്വദിച്ച് ആഹ്ലാദ തിമിർപ്പിൽ എല്ലാം മറന്നുകൊണ്ട് റബ്ബിനെ മറക്കുന്നൊരു സമയം നിങ്ങളിലേക്ക് വന്നാൽ അഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് അല്ലാഹു ഒരു പിടിപിടിക്കും. പിന്നെ രക്ഷപ്പെടാൻ ഒരു കുഞ്ഞുമോനും കഴിയില്ല. ഈ സാമ്പത്തിക മാന്യമൊക്കെ അതിന്റെ ഭാഗമാണോ എന്ന് ഞാൻ പഠിച്ചു പോവാണ്. എല്ലാ വീട്ടിലും എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും സാമ്പത്തിക മാന്യമാണ്. പിരിവ് കുറഞ്ഞില്ലേ? വരുമാനം കുറഞ്ഞില്ലേ? ചെലവ് ചുരുക്കാൻ തുടങ്ങിയില്ലേ? അതൊക്കെ ഇങ്ങനെ ഒരു ആർഭാടത്തിന്റെയും ആഭാസത്തിനും റബ്ബ് തരുന്ന പരീക്ഷണമാണോ എന്ന് ഞാൻ പഠിച്ചു പോവാണ്. ഓരോ ഫംഗ്ഷനുകൾക്ക് ഓരോ കുപ്പായങ്ങൾ, ഓരോ ബർത്ത്ഡേകൾക്ക് ഓരോ കുപ്പായങ്ങൾ, ഓരോ സെന്റ് ഓഫുകൾക്ക് ഒരു കുപ്പായങ്ങൾ. ഒരു തവണ അത് ധരിക്കുന്നു, പിന്നെ അത് കൊണ്ടുപോയി അലമാരയിൽ വെക്കുന്നു, രണ്ടാമതൊരു തവണ ധരിക്കുന്നില്ല. 10,000ങ്ങളുടെ സാരി വാങ്ങുന്നു, ഒരു തവണ ധരിക്കുന്നു, അലമാരയിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇത്തരം ദുർവ്യയം, അമിതമായ ഉപയോഗങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും വർദ്ധിച്ചപ്പോ അല്ലാഹു നൽകിയ ഈ സാമ്പത്തിക മാന്യം അതൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞോളൂ എല്ലാവരും. ഒരു പക്ഷേ ഇതിൽ നിന്ന് കരകയറാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഗൾഫ് രാജ്യങ്ങളുടെ ഈ സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ സൂചിപ്പിക്കുന്നത് കരകയറാൻ ഒരുപക്ഷെ നമ്മൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഇത് നന്നാവാനുള്ളൊരു അവസരമാണ്, റബ്ബിലേക്ക് മടങ്ങാനുള്ളൊരു അവസരമാണ്. ഇനിയും കളിച്ചാൽ പിടിക്കും റബ്ബ്. ആ പിടിയുടെ ഭാഗമാണ് നമ്മുടെ കേരളക്കരയെ പിടിച്ചു കുലുക്കിയ പ്രളയം കഴിഞ്ഞ വർഷം വന്നത്. വീട് 2 നില 3 നില വീടുകളൊക്കെ മുങ്ങുന്ന രീതിയിലുള്ള പ്രളയം, വലിയ വലിയ വീടുകൾ ഒലിച്ചു പോകുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ. ഇതൊക്കെ റബ്ബ് തന്നിട്ട് സമയം കഴിഞ്ഞിട്ടില്ല. പ്രളയം ബാധിച്ച് കടബാധ്യതയുണ്ടായ ഒരു വയസ്സായൊരു മനുഷ്യൻ കിഡ്നി വിൽപ്പനയ്ക്ക് വെച്ചു. എന്തിന്? ബാധ്യതകൾ തീർക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ കണ്ട വാർത്തയാണ്. പ്രളയം വന്നിട്ട് കടവും ബാധ്യതയും കൂടി വീട് തകർന്നു. ഇനി വീടെടുക്കണം, ഇനി പഴയകാല പ്രതാപം തിരിച്ചു കിട്ടണം, കടങ്ങളൊക്കെ കൊടുക്കണം, സ്വന്തമായി ജീവിക്കണം. അതിനുവേണ്ടി കിഡ്നി വിൽപ്പനക്ക് എന്ന് പറഞ്ഞ് കിഡ്നി വിൽക്കാൻ തയ്യാറായ ആളുകൾ. ഈ പരീക്ഷണങ്ങളിലും പാഠം പഠിച്ചില്ലേ? ഇനിയും ഈ അനാചാരങ്ങളും ആഭാസങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ തുടങ്ങിയാൽ നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ദുആ ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം തരാത്ത രീതിയിൽ നമ്മെ നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മഹദിയായ സൈനബ് ബീവി ചോദിക്കുന്നുണ്ട് നബി തങ്ങളോട്, അനഹ്ലികു വഫീന സാലിഹൂൻ, നബിയെ സാലിഹീങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നശിച്ചു പോകുമോ എന്ന്. സാലിഹീങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും, ഈ സദസ്സിലൊക്കെ ഇഷ്ടം പോലെ സാലിഹീങ്ങൾ ഉണ്ടാകും. സാലിഹീങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ നശിച്ചു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു മറുപടി, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച ഓരോ ചെറുപ്പക്കാരനും ഓരോ ചെറുപ്പക്കാരികളും, നഅം ഇദാ കസുറൽ ഖബസ്, വ്യഭിചാരം വർദ്ധിച്ചാൽ, വ്യഭിചാരം വർദ്ധിച്ചാൽ, വ്യഭിചാരം ഇവിടെ വർദ്ധിച്ചാൽ ഇവിടെ സ്വാലിഹീങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ നോക്കൂല, എല്ലാറ്റിനെയും ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി. വേറൊന്നിനും അല്ലാഹു ഇത്ര ശിക്ഷ തരൂല, ഇത്രയും വലിയ ശിക്ഷയും പരീക്ഷണം വേറെ ഒരു തെറ്റിനും പഠിച്ചു തരൂല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഅം ഇദാ കസുറൽ ഖബസു, വ്യഭിചാരം വർദ്ധിച്ചാൽ അല്ലാഹു തആല സ്വാലിഹീങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് പോലും നോക്കാതെ ഒരു സമുദായത്തെ ഒന്നിച്ച് നശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, വലിയൊരു തകർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പുള്ള സൂചനയാണ് ഈ ഉരുൾപൊട്ടലുകൾ, അതിനു മുമ്പുള്ള സൂചനയാണ് ഈ വെള്ളപ്പൊക്കം, അതിനു മുമ്പുള്ള സൂചനയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രളയം. അതിൽ നിന്നും പാഠം പഠിച്ചു മാറാനും നന്നാവാനും നമ്മൾക്കിനിയും സമയമായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അഖദ്നാഹും ബഗത, ഒരു പിടി പടച്ചോൻ പിടിക്കും, തീരും അതോടുകൂടി. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോടൊക്കെ പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും നമ്മൾക്ക് കഴിയണം. അല്ലാഹു സമ്പത്തും സൗകര്യങ്ങളൊക്കെ നൽകുന്നത് നമ്മൾ തെറ്റു ചെയ്യുന്നതിനനുസരിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണങ്ങളിൽ ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുന്നത്. 3 രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങളെ നേരിടുക. അതിലൊന്ന്, എല്ലാ വേദനയും മറ്റുള്ളവരോട് പറയും. എന്ത് ടെൻഷൻ ഉണ്ടായാലും ജനങ്ങളോട് ഇങ്ങനെ പറയാം, അയൽവാസികളോടും കുടുംബക്കാരോടും നാട്ടുകാരോടും പറഞ്ഞു ക്ഷമിക്കാൻ തയ്യാറാവൂല. അങ്ങനെ ഇഷ്ടംപോലെ ആളുണ്ട്. കാണുമ്പോഴൊക്കെ പിച്ചുമ്പേ ഇങ്ങനെ പറയുന്നത്, പരാതി ഇങ്ങനെ പറയുന്നത്, നഷ്ടങ്ങളുടെ കഥകൾ പറയുന്നത്. നമ്മുടെ വിഷമം റബ്ബിനോടല്ലാതെ വേറെ ഒരാളോടും പറയാൻ പാടില്ല. എന്ത് വിഷമാണെങ്കിലും അല്ലാഹുവിനോടല്ലാതെ വേറെ ഒരാളോട് പറയാൻ പാടില്ല എന്നാണ്. രണ്ടാമത്തെ വിഭാഗം മുവഫഖുൻ, ഭാഗ്യം ലഭിക്കുന്ന ആളുകളാണവർ, ഭാഗ്യം ലഭിച്ചവരാണവർ. അവരെങ്ങനെയാണ് പരീക്ഷണങ്ങൾ നേരിടുന്നത്? യുഖാബിലുൽ ബലാഅ ബിസ്സബ്രി, ക്ഷമയോടുകൂടിയാണ് പരീക്ഷണങ്ങൾ അവരെ നേരിടുന്നത്. നല്ല ക്ഷമയുണ്ടാകും അവർക്ക്. വഹുസ്നുൽ ളന്നി ബില്ലാഹ്, വഹുസ്നുൽ ളന്നി ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത. ഒരു തലവേദന വരുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റു കാരണത്താൽ അല്ലാഹു എനിക്ക് തന്നതാണോ എന്നാണ് അവർ ചിന്തിക്കുക. അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്, അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളുടെ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ പരീക്ഷണം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദാ ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മൻസിലത്തുൻ മിനല്ലാഹ്, അല്ലാഹു തആല ഒരാൾക്ക് ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചാൽ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഉന്നതമായൊരു ദറജ തരാൻ തീരുമാനിച്ചു. സ്വർഗത്തിന് 100 തട്ടുകളാണുള്ളത്. അതിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങളെ ഇരുത്താൻ തീരുമാനിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരാചാര്യ നബി തങ്ങളുടെ തൊട്ടടുത്ത് ഇരുത്തണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അയാൾക്ക് പ്രത്യേകമായ ഒരു അമലില്ല. നിസ്കാരം ഖളാ ആക്കാതെ അയാൾ നിസ്കരിക്കുന്നുണ്ട്. തഹജ്ജുദില്ല, ദുഹാ ഇല്ല, സുന്നത്തില്ല, നിസ്കാരം ഖളാ ആക്കാതെ അയാൾ നിസ്കരിക്കുന്നുണ്ട്. ഇത്രമാത്രം വേറൊന്നുമില്ല. പക്ഷെ പടച്ചോൻ തീരുമാനിച്ചത് നബി തങ്ങളുടെ തൊട്ടടുത്ത് സ്വർഗത്തിൽ ഇരിക്കണമെന്നാണ്. എങ്ങനെ അയാൾ അവിടെ എത്തും? എങ്ങനെയാൾ അവിടെ എത്തും? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില, അല്ലാഹു തആല ഒരാൾക്ക് ഉന്നതമായ സ്ഥാനം തരാൻ തീരുമാനിച്ചു. ലം യബ്ലുഗ്ഹാ ബിഅമലി, എന്നാൽ അയാൾ അമൽ കൊണ്ട് അവിടേക്ക് എത്തിയില്ല. ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി, അയാളുടെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. രോഗങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്.
മാരകമായ രോഗങ്ങൾ 60 വയസ്സുവരെ അയാൾക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. 60ാമത്തെ വയസ്സിലാണ് രോഗം വന്നത്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്റെ റബ്ബ് തന്ന പരീക്ഷണമല്ലേ എന്ന് പറഞ്ഞ് 75 വയസ്സുവരെ അയാൾ രോഗിയായി കിടന്നു. 15 വർഷക്കാലം അയാൾ രോഗിയായിട്ട് കിടന്നു. ആ രോഗം വന്ന സമയത്തൊക്കെ അയാൾ മനസ്സിലെന്താ തീരുമാനിച്ച്, എന്റെ റബ്ബിന്റെ പരീക്ഷയാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി, കാഞ്ഞങ്ങാട് ഭാഗത്ത് 2 വർഷമായി കാല് മുറിച്ചു മാറ്റിയ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക്. 17 വർഷത്തോളമായി ഷുഗർ ബാധിച്ച് അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്. കാല് മുറിച്ചു മാറ്റി 2 വർഷമായി പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. വീൽ ചെയറിന്റെ സഹായം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അകത്തിലാണ്, റൂമിന്റെ ഉള്ളിലാണ്. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹു നൽകിയ പരീക്ഷണമായിരിക്കും, ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ റബ്ബേ, അല്ലാഹുവേ ആഫിയത്ത് നൽകണേ റബ്ബേ. മരണം ഖൈറായ സമയത്ത് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, അല്ലാഹു അങ്ങനെ ഒരു ഉന്നതമായ സ്ഥാനം തീരുമാനിച്ചാൽ ഒരുപാട് കാലം രോഗിയായി കിടക്കുമെന്നാണ്. ശരീരത്തിൽ രോഗം നൽകും. ആ രോഗങ്ങളിൽ അവർക്ക് പരാതി ഉണ്ടാവൂല. അല്ലാഹുവിനെ കുറിച്ച് ആവലാതിയോ വേവലാതിയോ അവർക്കുണ്ടാവൂല. ഇനി ശരീരത്തിൽ രോഗം നൽകി, അങ്ങനെ രോഗമൊക്കെ സഹിച്ചു. അപ്പോഴേക്കും അടുത്ത പരീക്ഷണം, മക്കൾ മരിച്ചു. അയാളുടെ സമ്പത്തിൽ അല്ലാഹു പരീക്ഷിക്കും. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം തകർന്നുപോയി. ഇയാൾ രോഗിയായപ്പോഴേക്കും ഇയാളുടെ സ്വത്ത് മറ്റൊരാൾ അപഹരിക്കുകയാണ്. ഇയാൾ രോഗിയായി, ഇയാൾക്ക് പിന്നെ എണീച്ച് നടക്കാൻ കഴിയുന്നില്ല. ഇയാൾക്ക് അവിടെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ സ്വത്തുണ്ടായിരുന്നു, അതൊക്കെ കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ അടിച്ചു മാറ്റി. ഇയാൾക്ക് ഗൾഫിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, അത് ജോലിക്കാരൻ തന്നെ മാനേജർ അടിച്ചു മാറ്റി. മിണ്ടാൻ ആളില്ല, പറയാൻ ആളില്ല. ഇയാളുടെ എല്ലാ സമ്പത്തും അതിലും അയാൾ ക്ഷമിച്ചു. കുഴപ്പമില്ല, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ, വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ആരും, തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകാനില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അയാൾക്ക് വീണ്ടും പരീക്ഷണം. അയാൾക്ക് ആകെയുണ്ടായിരുന്നത് ഒരു മകൻ. അയാളെ ശുശ്രൂഷിക്കേണ്ടത്, അയാളെ പരിപാലിക്കേണ്ടത് ഒരു മകനാണ്. ആ മകനാണ് ആക്സിഡന്റിലൂടെ മരണപ്പെട്ടു പോകുന്നത്. അതും പോയി. അങ്ങനെ വീണ്ടും അയാൾ ടെൻഷൻ, അങ്ങനെ കിടന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ മരിക്കുന്ന സമയത്ത് ഒരു ദിവസം വരെ സക്കറാത്തിന്റെ മൗത്തിന്റെ വേദന അയാൾ അനുഭവിച്ചു. ഒരു ദിവസം വരെയൊക്കെ മരണത്തിന്റെ വേദന അനുഭവിക്കും. എന്നിട്ട് അയാൾ മരിച്ചു. മരിക്കുന്ന സമയത്ത് അയാളുടെ തിന്മയുടെ ഏടിൽ ഒരു തെറ്റും ബാക്കിയുണ്ടാവില്ല. അയാൾ നേരെ പോകുന്ന സ്വർഗത്തിലേക്കായിരിക്കും. മനസ്സിലായോ? അയാൾക്ക് നന്മയുണ്ടോ? പ്രത്യേകമായ നന്മയുണ്ട്? ഒന്നുമില്ല. ഫർള് കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെന്ന് മാത്രം, വേറെ പ്രത്യേകമായൊരു നന്മയില്ല. പക്ഷേ നബി തങ്ങളുടെ കൂടെ ഇരിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. നന്മ കൊണ്ട് അവിടെ എത്തിയില്ല എങ്കിൽ ശരീരത്തിലൂടെ രോഗം നൽകി അള്ളാഹു പരീക്ഷിക്കും. മക്കളിലൂടെ അള്ളാഹു പരീക്ഷിക്കും. നല്ല മക്കളുണ്ടായിരുന്നു, ആ മക്കൾ ഒളിച്ചോടും. ഒരു മകളുണ്ടായിരുന്നു, നല്ല ദീനിയായിട്ട് വളർത്തി, നല്ല മദ്രസ നൽകി, വീട്ടിൽ വെച്ച് ഖുർആൻ ഓതിപ്പിച്ചു. ദീനിയായ വളർത്തിയ ഒരു പെണ്ണ് ഒളിച്ചോടിയാൽ അത് ഉപ്പയുടെ തെറ്റല്ല, ആ ഉപ്പയ്ക്ക് അല്ലാഹു നൽകിയ പരീക്ഷണമാണത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈമാൻ നൽകാൻ നമ്മൾക്ക് കഴിയില്ല. ഒരു ഉസ്താദ് വിചാരിച്ചതുകൊണ്ട് മക്കൾ നന്നാവൂല. ഒരിക്കലും വിചാരിക്കരുത് ഉപ്പ ഉസ്താദാണെന്ന് വിചാരിച്ച് മക്കൾ നന്നായിക്കൊള്ളുന്നില്ല. ഉപ്പ തങ്ങളാണെന്ന് വിചാരിച്ച് മക്കൾ നന്നായിക്കൊള്ളണമെന്നില്ല. കാരണം നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്. നബി തങ്ങളുടെ എല്ലാമായ അബൂ ത്വാലിബ് മരണപ്പെടുന്ന സമയത്ത് നബി തങ്ങൾ എത്രയോ സമയം മുറിയിലിരുന്നു കൊണ്ട് തന്റെ ആളാപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ആളാപ്പാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ആളാപ്പാ, നിങ്ങൾ മരണപ്പെടാനിരിക്കുകയാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഒരു തവണ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം തരാം. ഒരു തവണ പറഞ്ഞാൽ മതി. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരോടാ പറയുന്നത്? സ്വന്തം മളാപ്പയോട്. നബി തങ്ങൾക്ക് സംരക്ഷണം നൽകിയ ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തയ്യാറായില്ല. ആ സമയത്താണ് അല്ലാഹു ആയത്തിറക്കുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നബിയെ. നബി തങ്ങൾക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഉപ്പ വിചാരിച്ചാൽ മക്കളെ നന്നാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഉപ്പമാരുടെ ഭാഗത്ത് വീഴ്ച വരാൻ പാടില്ല. നല്ല സന്തോഷത്തോടെ തലയൊന്നും നാട്ടണ്ട. നമ്മുടെ ഭാഗത്ത് വീഴ്ച വരാൻ പാടില്ല. മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കണം. മക്കളെ ശ്രദ്ധിക്കണം. 15 വയസ്സ് വരെ
7 വയസ്സ് വരെ അവരുടെ കൂടെ കളിക്കണം, പഠിക്കാനൊന്നും പാടില്ല. 7 വയസ്സ് വരെ കളിക്കണമെന്നാണ് പറഞ്ഞത്. അത് അടിക്കേണ്ട സമയമല്ല, ഉപദേശിക്കേണ്ട സമയമല്ല, കളിക്കേണ്ട സമയമാണ്. 15 വയസ്സ് മുതലാണ്, 7 മുതൽ 15 വരെയാണ് അടിക്കുകയും അവർക്ക് അദബ് പഠിപ്പിക്കുകയും ചെയ്യേണ്ട സമയം. എന്താണോ ദീൻ പഠിപ്പിച്ച അദബ്, ദീൻ ഖുർആൻ പഠിപ്പിക്കണം, ഹുബ്ബുൻ നബിയെ പഠിപ്പിക്കണം, അച്ചടക്കം പഠിപ്പിക്കണം, സ്വഭാവം പഠിപ്പിക്കണം. പിന്നെ 15 മുതൽ 21 വരെ അവരുടെ ചങ്ങാതിമാരെ പോലെ കൂടെ നിൽക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ എല്ലാ കഴിവിന്റെ പരമാവധി ഒരു മകനെയോ ഒരു മകളെയോ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു പിതാവ്, എന്നിട്ടും ആ മകൾ ഒളിച്ചോടിയാൽ, അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടിയാൽ, എന്നിട്ടും ആ മകൻ തെമ്മാടിയായി മാറിയാൽ, മാതാപിതാക്കളെ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. കാരണം അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കതൊരു പരീക്ഷണമാണ്, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാനുള്ള ഒരു പരീക്ഷണമാണ്. കാരണം മക്കള് വഴികേടിലായപ്പോ എത്ര പ്രയാസം നിങ്ങൾ അനുഭവിക്കും, അതിന്റെ പേരിൽ നിങ്ങൾ എത്ര സഹിക്കും. ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആളുകൾ പറയും, അയാളുടെ മകളാണ് ഒളിച്ചോടിയത്, അവിടെ ഒളിച്ചോടിയില്ല, അത് അയാളുടെ മകളാണ്. തല ഉയർത്തി നടക്കാൻ കഴിയില്ല, പരീക്ഷണമാണ്. അതിന്റെ പേരിൽ അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകും. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നു പോയാൽ ആ മക്കൾ നിങ്ങൾ പഠിപ്പിച്ചില്ല, അദബ് പഠിപ്പിച്ചില്ല, മദ്രസയിൽ ചേർത്തില്ല, ദീന് പഠിപ്പിച്ചില്ല, നിസ്കരിപ്പിച്ചില്ല, ഖുർആൻ ഓതിപ്പിച്ചില്ല, ആ മക്കൾ വഴിപിഴച്ചു പോയാൽ നാളെ ആഖിറത്തിൽ അവർ പറയുന്നത്, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി, എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സ്വർഗ്ഗക്കാരായ മാതാപിതാക്കളെ വരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ വീഴ്ച വരാൻ പാടില്ല. നമ്മൾ കഴിവിന്റെ പരമാവധി അധ്വാനിക്കണം മക്കൾ നന്നാവാൻ. എന്നിട്ട് ഒരു മോശമായ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് റബ്ബ് തന്ന പരീക്ഷണമാണ്. അതാണ് പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ മക്കളിലൂടെ പരീക്ഷിക്കുമെന്ന്, സമ്പത്തിലൂടെ പരീക്ഷിക്കുമെന്ന്, അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലൂടെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയൊരു ഹദീസ് കൂടി കേൾക്ക്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, നമ്മളോടൊക്കെ റബ്ബിന് ഇഷ്ടമാണോ ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ ശിക്ഷ തരും. ദുനിയാവിൽ തന്നെ ശിക്ഷ തരും. നിങ്ങളൊരു തെറ്റു ചെയ്താൽ അന്ന് നിങ്ങളുടെ വണ്ടി എവിടെങ്കിലും പോയിട്ട് മുട്ടും. ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്ത, നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളൊരു തെറ്റു ചെയ്തു, ഹറാമ് കണ്ടു എന്ന് വിചാരിക്കാം, അന്ന് നിങ്ങൾക്ക് ഒരു പരീക്ഷണം, ഒരു ശിക്ഷ അല്ലാഹു തരും. എങ്ങനെ? വീട്ടിലെത്തിയ ഭാര്യ ഇങ്ങനെ മസ്ലിം പിടിച്ചിങ്ങനെ നിൽക്കുന്നു, മുഖം കറുപ്പിച്ച് നിൽക്കുന്നു, എന്നിട്ട് ഫുള്ള് ചീത്ത. ഏറ്റവും വലിയ വിഷമപ്പ് ഉണ്ടാവുക ഭാര്യമാരെ മസ്ലിം പിടിച്ചാലും, വേറെ ആരും മസ്ലിം പിടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പെണ്ണുങ്ങള് മസ്ലിം പിടിച്ചാൽ ആകെ പ്രശ്നമായിരിക്കും, വിഷമായിരിക്കും. വീട്ടിലെത്തുമ്പോ ഭാര്യ വല്ലാത്ത സ്ട്രോങ്ങിനെ കണ്ട് ചീത്ത പറയാൻ, എന്ത് പഠിച്ചോനെ സംഭവിച്ചത്? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? അതിനല്ലാഹു ശിക്ഷ തന്നത്. അങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ട് മക്കളിലൂടെയോ ഭാര്യയിലൂടെ അല്ലാഹു ശിക്ഷിക്കുന്നത്, തെറ്റ് ചെയ്താൽ. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാല് തട്ടി നിലത്ത് വീണുങ്ങൾ, മുട്ടൊക്കെ സ്ക്രാച്ച് ആയി ചോര വന്നു. അപ്പൊ ആലോചിക്കും, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പോകുന്ന വഴിയിൽ വണ്ടി വേറൊരു വണ്ടി ഇടിച്ചു, ആലോചിക്കും, എന്തെങ്കിലും ഒരു തെറ്റ് ഇതിന് സുബഹി നിസ്കരിച്ചിട്ടില്ല, അതിന് ശിക്ഷ പഠിച്ചുകൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാഹു ഇഷ്ടമാണെങ്കിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ പടച്ചോൻ ശിക്ഷ നൽകുന്നതാണ്. പുറത്തിറങ്ങുമുണ്ടതാ 4-5 ആളുകളോട് പാച്ചത്തെറി, അങ്ങാടിയിൽ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പാച്ചത്തെറിയിട്ടു നമ്മളാകെ നാണം കെടുത്തി. ഇന്നെന്താ ഞാൻ ചെയ്തത്? എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ തരുമെന്നാണ്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ തരും. ആഖിറത്തിലേക്ക് എടുത്തു പോകൂല. നിങ്ങൾ ഹറാമ് കണ്ടു, അത് ആഖിറത്തിൽ നീ അവിടെ വാ, നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ പോകൂല, ഇവിടെ തന്നെ തീരും, തെറ്റൊക്കെ ഇവിടെ തീരും. എന്നാൽ ഒരാളോട് അല്ലാഹുവിന് ഇഷ്ടമില്ല. വൈദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരാളോട് അല്ലാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ, അംസക അൻഹു ബിദംബിഹി, അയാൾ എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു അയാളെ ശിക്ഷിക്കുകയേ ഇല്ല. അയാൾ വ്യഭിചരിക്കും, അയാളെ ശിക്ഷിക്കൂല, അയാളെ വ്യഭിചരിക്കാൻ വിടും. അയാൾ കള്ളു കുടിക്കും, അല്ലാഹു അയാളൊന്നും ചെയ്യൂല. അയാൾക്ക് പൈസ വേണ്ടുവോളം കൊടുക്കും, അയാൾക്ക് നല്ല വീട് കൊടുക്കും, നല്ല വണ്ടി കൊടുക്കും, സമുദായത്തിന് അംഗീകാരം കൊടുക്കും. അയാൾ കള്ളുകൂടിയനാണെന്ന് നാട്ടുകാർക്ക് അറിയാം, അയാളുടെ ഇടയ്ക്കിടെ മംഗലാരം പോകുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് അറിയാം. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അല്ലാഹു ഇങ്ങനെ വാരിക്കോരി കൊടുക്കും. ബീച്ചിലേക്ക് പോകുന്നതും ഗോവയിലേക്ക് പോകുന്നതും
പട്ടായ പോകുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, പരസ്യമാണ്. അയാളൊരു തെറ്റുകാരനാണ്. പക്ഷെ അല്ലാഹു തആല അവർക്കൊരു ശിക്ഷയും ഇവിടെ നൽകൂല, സുഖങ്ങൾ നൽകും. എന്നിട്ട് ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അയാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ഒരു പരീക്ഷണമുണ്ടായാൽ ഞാൻ ചെയ്ത തെറ്റുകാരണത്താൽ അല്ലാഹു എനിക്ക് തന്നതാണ്, ഞാൻ അതുകൊണ്ട് ക്ഷമിക്കുന്നു എന്ന് വിചാരിച്ച് അല്ലാഹുവിനെ ഓർത്ത് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. മൂന്നാമത്തെ വിഭാഗം അവര് VVIPകളാണ്. അതൊരു പക്ഷെ നമ്മൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഞാൻ നിർത്താൻ കേട്ടോ, സമയം ചീരണി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതെന്താണ്? റാദിൻ, അവർക്ക് വലിയ ഇഷ്ടമാണ്. തലവേദന വന്നാൽ അവർ പറയും അൽഹംദുലില്ലാഹ്. തലവേദന വരും അൽഹംദുലില്ലാഹ്. ഭാര്യ മരണപ്പെട്ടു, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. ഭാര്യ മരണപ്പെട്ടപ്പോ സന്തോഷമായത് എന്താ? ഭാര്യ പോയി കിട്ടിയല്ലോ എന്നല്ല, എന്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണമല്ലേ. റബ്ബ് ആരെയാ പരീക്ഷിക്കുക? ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാളെ പരീക്ഷിക്കുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? സ്നേഹം തോന്നിയാ പരീക്ഷിക്കുന്നതാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് സ്നേഹം തോന്നിയാൽ അയാളെ പരീക്ഷിക്കുമെന്നല്ലേ എന്ന് പറഞ്ഞത്? എന്റെ എല്ലാമായ എന്റെ ഭാര്യയെ അല്ലാഹു കൊണ്ടുപോയി, വിഷമമുണ്ട്, എന്നാലും റബ്ബിന്റെ പരീക്ഷണമല്ലേ, എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നതല്ലേ, അൽഹംദുലില്ലാഹ്. ഷുഗർ വന്നു, കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു, അൽഹംദുലില്ലാഹ്. രണ്ട് കൈകൾ തന്നിട്ട്, രണ്ട് കാലുകൾ തന്നിട്ട്, ഒരു കാലല്ലേ അല്ലാഹു കൊണ്ടുപോയത്? രണ്ട് കൈയും ഒരു കാലും ബാക്കി വെച്ചില്ലേ? 3 എണ്ണം ബാക്കിയില്ലേ? ഒന്നല്ല കൊണ്ടുപോയത്, അൽഹംദുലില്ലാഹ്. 4-5 മക്കളെത്തുന്നു, ഒരു മകൻ അല്ലാഹു കൊണ്ടുപോയി. കിണറ്റിൽ വീണ് മരിച്ചു, ആക്സിഡന്റിൽ പെട്ടു മരിച്ചു. അതേപോലെ തന്നെ അക്രമികളുടെ വെട്ടുകൊണ്ട് മരിച്ചു, അങ്ങനെ വർഗീയ ലഹളയിൽ പെട്ടു മരിച്ചു. ഏതെങ്കിലും ഒരു രീതിയിൽ മകൻ മരിച്ചുപോയി, അൽഹംദുലില്ലാഹ്. 4-5 മക്കളെ തന്നിട്ട് ഒരാളെ അല്ലേ അല്ലാഹു കൊണ്ടുപോയത്? 4 ആളുകൾ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഇത് പറയാൻ കഴിയോ? ഇത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, ആഖിറത്തിൽ ഉന്നതമായ ദറജ നമ്മൾ കിട്ടും. ഇത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. പനി വന്നാൽ അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ. ഇത് VVIPകൾ ഇവരാ. അവർക്ക് എന്തൊരു പനി വന്നാലും ഡോക്ടറെ പോലെ അവർ കാണിക്കില്ല. നമ്മുടെ മരണപ്പെട്ടു പോയ തൃപ്പനച്ച് ഉസ്താദ് അറിയില്ലേ, കിഴിശ്ശേരിയിലെ തൃപ്പനച്ച് ഉസ്താദ് അല്ലാഹുവിന്റെ ഒരു വലിയ, ഇപ്പൊ കറാമത്തുകളൊന്നും പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ പറയുന്നത്. കറാമത്തൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ഉള്ള കറാമത്ത് വരെ കളവാക്കുന്ന കാലാണ്. ഇല്ലാത്ത എന്തായാലും പറയാൻ പാടില്ല. അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ ബണ്ടലിട്ട് മസാലയും എരിയും പുളിയൊക്കെ ചേർത്ത് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കറാമത്ത്. എന്തിനാണ്? അതിനോട് എന്ത് നേട്ടാണെന്ന് അറിയില്ല. വെറുതെ ആയിട്ട് പറയണ്ടേ കുറെ കറാമത്ത്, ഇല്ലാത്തതും ഉള്ളതൊക്കെ. അപ്പൊ കറാമത്ത് ഒരുപാട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മുടെ തൃപ്പനച്ച് ഉസ്താദൊക്കെ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആളല്ല, തവക്കുലാക്കുന്ന ആളാണ്. എന്റെ റബ്ബ് തന്നതല്ല, അൽഹംദുലില്ലാഹ്. സിദ്ദീഖ് തങ്ങൾക്ക് 8 വർഷക്കാലം പല്ല് വേദന ഉണ്ടായി, ആരോടും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് നബി തങ്ങളോട് ഇങ്ങനെ പറയും, നബി എനിക്ക് ദുആ ചെയ്യണം, പല്ല് വേദന ഉണ്ടെന്ന് പറയില്ലേ, അതുപോലും പറഞ്ഞില്ല. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, സിദ്ദീഖിന് ഒരു അസുഖമുണ്ട്, അത് ശിഫയായോ എന്ന് നിങ്ങൾ ചോദിക്കൂ. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്താ അസുഖം? നബി, ഒരു പല്ല് വേദന ഉണ്ടായിരുന്നു, 8 വർഷമായി. എന്തേ എന്നോട് പറയാത്തത്? എന്നോട് പറയാമായിരുന്നില്ലേ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കൈഫ അഷ്തകി അനിൽ ഹബീബ് ഇലൽ ഹബീബ്. എന്റെ ഇഷ്ടക്കാരനായ അല്ലാഹു എനിക്ക് തന്നൊരു പല്ലുവേദന മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്റെ ഒരു സ്നേഹിതനായ അല്ലാഹു എനിക്ക് തന്നൊരു പരീക്ഷണം ഞാൻ മറ്റൊരാളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്റെ റബ്ബ് തന്നതല്ലേ. എന്റെ ഒരു സ്നേഹിതനെ കുറിച്ച് മറ്റൊരു സ്നേഹിതനോട് പരാതി പറയാൻ എനിക്ക് കഴിയുമോ? അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ അസുഖങ്ങളോ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ മറ്റുള്ളവരോട് പറയാതെ, കഴിയുമെങ്കിൽ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് അല്ലാഹു തന്നതല്ലേ, അൽഹംദുലില്ലാഹ്.
വബദനുൻ അലൽ ബലാഇ സ്വാബിർ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ശരീരം നമ്മൾക്കുണ്ടാവണം. മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്റെ ഉസ്താദാണ് അവർകൾ. അദ്ദേഹം രോഗിയായി കിടന്നിട്ടുണ്ട്. അവസാന സമയങ്ങളിൽ ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗൽഭരായ ഉലമാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും മരണസമയത്ത് ഒരുപാട് കാലം രോഗിയായിട്ട് കിടക്കാറുണ്ട്, ഒരു കുറച്ചു കാലം രോഗിയായി കിടക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അവർക്ക് അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി കുറച്ചു കാലം രോഗിയായി കിടത്തുകയാണെന്നാണ്. അങ്ങനെ രോഗിയായി കിടന്നാൽ അവർ ക്ഷമിക്കും. അത്തിപറ്റ ഉസ്താദ് ഒരുപാട് കാലം രോഗിയായി കിടന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് കാലം രോഗിയായി കിടക്കുമ്പോ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിട്ട് ഒരു തെറ്റും ഇനി അയാളിൽ ബാക്കിയില്ല എന്ന് മനസ്സിലായാൽ അല്ലാഹു അവരെ കൊണ്ടുപോവുകയാണ്. ഒരു തെറ്റും അവരിൽ ബാക്കിയില്ല എന്ന് തോന്നിയാൽ അവരെ കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു? അവരൊക്കെ ജീവിക്കുന്ന സമയത്ത് സൂക്ഷ്മത കാണിച്ചത് നമ്മൾ അറിഞ്ഞതാണ്. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ ഉസ്താദാണ്. അതുപോലെ അത്തിപ്പറ്റ ഉസ്താദിന് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മതയാണ് ഇത് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു അവർക്ക് ഉന്നതമായ ദറജ നൽകട്ടെ, ഉന്നതമായ സ്ഥാനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.